ഹേ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കൂടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2010 ഒരു ഹൊറർ മിസ്റ്ററി ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ ജൂലിയ സൈസ് എന്ന് പറഞ്ഞൊരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഇരട്ട സഹോദരങ്ങളായിട്ടുള്ള ജൂലിയയും സാറയും. ഒരു ദിവസം ജൂലിയ സൂയിസൈഡ് ചെയ്ത വിവരം അറിഞ്ഞ് സാറ ജൂലിയയുടെ അടുത്തേക്ക് പോകുന്നു. അങ്ങനെ അവളുടെ മരണത്തിന് ശേഷം ഈ കേസിൽ എന്തോ ദുരൂഹത ഉണ്ടെന്ന് മനസ്സിലാക്കിയ സാറ ജൂലിയയുടെ വീട്ടിൽ തന്നെ നിന്ന് താമസിച്ച് അവളുടെ മരണത്തെപ്പറ്റി അന്വേഷിക്കാൻ തുടങ്ങുന്നു. അതിനുശേഷം സത്യം പറയാലോ, നിമിഷത്തിന് നിമിഷം ട്വിസ്റ്റും അതേപോലെ തന്നെ മൂവി തുടങ്ങി അടുത്ത ഓരോ സീനിലും ടെൻഷൻ അടിച്ച് കണ്ടിരുന്നു പോവും. അതുപോലുള്ളൊരു മൂവിയാണ്. ഞാൻ വലിയ പ്രതീക്ഷയോടെ കണ്ടൊരു മൂവിയല്ല, പക്ഷേ കണ്ടു കഴിഞ്ഞപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്തില്ലായിരുന്നുണ്ടെങ്കിൽ ഇതുപോലൊരു മൂവി നിങ്ങൾക്ക് തരാനായിട്ട് കഴിയത്തില്ലായിരുന്നു. അതുകൊണ്ട് വിശ്വസിച്ച് കാണാം. നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലായിരിക്കും ഈ മൂവി നിങ്ങളെ കൊണ്ടുപോകുന്നത്. അതിന് പ്രധാന കാരണം ഈ കഥയിലെ ഒരു കഥാപാത്രത്തിനുള്ള ഒരു പ്രശ്നം തന്നെയാണ്. അത് കാരണം നമ്മളും ഈ കഥാപാത്രത്തിനോടൊപ്പം തന്നെ ടെൻഷൻ അടിച്ചു പോകും. അത് നിങ്ങൾക്ക് മൂവി കാണുമ്പോഴത്തേക്കും മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം: ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. കൂടാതെ നമ്മുടെ ഈ ഒരു ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യുക. പിന്നെ നിങ്ങളുടെ സപ്പോർട്ടായിട്ടുള്ള ഒരു ലൈക്കും. ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ അധികം താമസിക്കാതെ നമുക്ക് എന്തായാലും നേരെ സ്റ്റോറിയിലേക്ക് പോയാലോ. ഈ കഥയുടെ തുടക്കത്തിലെ മഴ പെയ്യുന്ന ഒരു രാത്രി, ആ തെരുവിലുള്ള ഒരു വീടും അതിനുള്ളിലെ കണ്ണു കാണാത്ത ഒരു സ്ത്രീയും. അവളുടെ പേര് ജൂലിയ. ഇപ്പോൾ തൻ്റെ വീടിനകത്ത് ഒറ്റയ്ക്ക് നിന്ന് ഈ റൂമിൻ്റെ ഒരു വശത്തേക്ക് നോക്കി നിന്നിട്ട് അവൾ ആരോട് സംസാരിക്കുന്നത് പോലെ, ഓക്കെ, നീ തന്നെ ജയിച്ചു, ഇനിയെങ്കിലും ആ ഒരു പാട്ട് അവസാനിപ്പിച്ചൂടെ? അതെനിക്ക് ഇഷ്ടമല്ലാന്ന് നിനക്കറിയാം. എന്തെങ്കിലും പറയ്, എനിക്ക് മറുപടി തരാൻ പറയുമ്പോൾ അവൾ നോക്കുന്ന ആ ഒരു വശത്ത് ഇരുട്ടല്ലാതെ വേറെ ആരെയും അവിടെ കാണാൻ കഴിയുന്നില്ല. അങ്ങനെ അവിടെ നിന്ന് ജൂലിയ പതിയെ പിടിച്ച് ഈ ഒരു വീടിന്റെ ബേസ്മെന്റിലേക്ക് ഇറങ്ങി പോവാണ്. അങ്ങനെ ആ ഒരു ബേസ്മെന്റിലേക്ക് നടന്നിറങ്ങുമ്പോഴാണ് അവിടെയായിട്ട് ചെറിയൊരു ചെയർ വെച്ചിട്ടുണ്ട്. അതിന് മുകളിലേക്ക് ജൂലിയ കയറി നിൽക്കുന്നതും അവിടെ അവൾക്ക് തൂങ്ങി മരിക്കാൻ പാകത്തിന് ഒരു കയറ് കെട്ടിയിട്ടേക്കുന്നു. എന്നിട്ട് ആ ഒരു കയറെടുത്ത് കഴുത്തിലേക്ക് ഇടുമ്പോൾ ഈ റൂമിനുള്ളിൽ ആരോ നടക്കുന്ന ശബ്ദം. അപ്പോൾ ജൂലിയ പറയുന്നുണ്ട്, ഓ, അപ്പോൾ നീ ഇവിടെ തന്നെ ഉണ്ടല്ലേ? നീ ഇപ്പൊ എന്നെ നോക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നീ മനസ്സിലാക്കിക്കോ, നിനക്കൊരിക്കലും എന്നെ ചതിക്കാൻ കഴിയില്ല. എന്നോട് നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല. കാരണം നിന്റെ സാന്നിധ്യവും നിന്റെ ചലനങ്ങളും നിന്റെ സ്മെല്ലും എനിക്ക് നല്ലതുപോലെ അറിയാൻ കഴിയും. അതുകൊണ്ട് നിനക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് അലറി വിളിച്ച് സംസാരിക്കുമ്പോൾ അവിടെ നിൽക്കുന്ന ആൾ വന്ന് ആ ചെയർ അങ്ങ് ചവിട്ടി മാറ്റുന്നതും ജൂലിയ അവിടെ കിടന്ന് തൂങ്ങാണ്. അപ്പോഴുതന്നെ ജൂലിയയുടെ ഒരു ഫോട്ടോ എടുക്കുന്നു. ജൂലിയ ആ ഒരു മുറിയിൽ കിടന്ന് പിടഞ്ഞു വിടഞ്ഞു മരിക്കുന്നതും അവൻ അതെല്ലാം ഒരു വശത്തേക്ക് മാറി നിന്ന് ഫോട്ടോ എടുക്കുകയാണ്. വെളിയിൽ കാണിക്കുമ്പോൾ ആ ഒരു തെരുവിന്റെ വശത്തുള്ള എല്ലാ വീടുകളിലെയും ലൈറ്റും ഓഫ് ആവുന്നുണ്ട്. അങ്ങനെ ആ ഒരു സീൻ കട്ട് ചെയ്ത് ഇപ്പോൾ അത് കഴിഞ്ഞ് ജൂലിയയുടെ ഇരട്ട സഹോദരിയായിട്ടുള്ള സാറയെ കാണിക്കുന്നു. സാറ സിറ്റിയിലാണ് താമസിക്കുന്നത്. അവൾ വർക്ക് ചെയ്യുന്ന ഓഫീസിൽ അവൾക്ക് എന്തോ ഒരു പ്രശ്നം അനുഭവപ്പെട്ടിട്ട് ആ ഒരു കാര്യം സാറയ്ക്ക് അറിയാൻ കഴിഞ്ഞതുപോലെ അവൾ പെട്ടെന്ന് തന്നെ ജൂലിയക്ക് എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കി തന്റെ ഭർത്താവായിട്ടുള്ള ഐസക്കിനെ വിളിച്ചിട്ട് സാറയും ഐസക്കും നേരെ ജൂലിയയുടെ നാട്ടിലേക്ക് പോവാണ്. അങ്ങനെ ഒരുപാട് നേരത്തെ യാത്രയെല്ലാം കഴിഞ്ഞ് രണ്ടുപേരും ജൂലിയയുടെ വീട്ടിലേക്ക് എത്തുന്നു. എന്നിട്ട് വെളിയിൽ വന്ന് സാറ, ഹേ ജൂലിയ, ഇത് ഞാനാണ്, നീ ഡോർ തുറക്കാൻ പറയുമ്പോൾ അകത്ത് നിന്ന് ആരും പ്രതികരിക്കുന്നില്ല. അതുകൊണ്ട് സാറ ആ ഡോർ തുറന്ന് അകത്തേക്ക് വരും. എന്നിട്ട് ഐസക്കും സാറയും അവള് വീട്ടിലെവിടെയെങ്കിലും ഉണ്ടാവും എന്നും പറഞ്ഞ് രണ്ടുപേരും വീട് മുഴുവനായിട്ട് അന്വേഷിക്കുന്നു. അപ്പൊ ഐസക്ക് ആ ഒരു ബേസ്മെന്റിലേക്ക് ഇറങ്ങി വരുന്നതും ജൂലിയ അവിടെ മരിച്ചു കിടക്കുന്ന കാര്യം അവൻ കാണുന്നു. അപ്പോൾ സാറ ഇതറിയാതെ പെട്ടെന്ന് ബേസ്മെന്റിലേക്ക് ഇറങ്ങാൻ ശ്രമിക്കുമ്പോൾ അവൻ അവളെ തടയുന്നുണ്ട്. അതിനു മുന്നേ തന്നെ അവൾ പെട്ടെന്ന് താഴേക്ക് ഇറങ്ങി വന്ന് കണ്ട് ആ സമയം കൊണ്ട് തന്നെ സാറ താഴേക്ക് ഇറങ്ങി വരുന്നതും ജൂലിയയുടെ ശരീരം കണ്ട് അവൾ കരയാൻ തുടങ്ങുന്നു. അത് കഴിഞ്ഞിട്ട് പോലീസും ബാക്കി എല്ലാവരും ഈ വീട്ടിലേക്ക് വന്ന് ഇപ്പൊ ജൂലിയയുടെ ശരീരം അവിടെ നിന്ന് കൊണ്ടുപോകുമ്പോൾ ആ പോലീസുകാരൻ പറയുന്നുണ്ട്, ഞങ്ങൾ അന്വേഷിച്ചു, ജൂലിയ സൂയിസൈഡ് ചെയ്തതാണ്. അതുമല്ല 1 വർഷം മുന്നെയാണ് അവളുടെ കാഴ്ച നഷ്ടപ്പെട്ടത് എന്ന് പറയുമ്പോൾ സാറ് പറയുന്നുണ്ട്, അവൾക്കൊരു ശസ്ത്രക്രിയ ഉണ്ടായിരുന്നു, അത് ചെയ്യാനായിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഐസക് പറയും, അതെ, ജൂലിയയ്ക്കും സാറയ്ക്കും ജനിതകപരമായിട്ട് ഈ ഒരു അസുഖമുണ്ട്. ഒരു പ്രായം കഴിഞ്ഞാൽ അവരുടെ കാഴ്ച പതിയെ പതിയെ നഷ്ടപ്പെട്ടു തുടങ്ങും. ജൂലിയയ്ക്ക് അത് നേരത്തെ നഷ്ടപ്പെട്ടു. സാറയ്ക്കും ഇതേ പ്രശ്നമുണ്ടെന്ന് പറയുന്നതും ഇപ്പോൾ ഒരു ശസ്ത്രക്രിയ ചെയ്യാനായിട്ട് വരെ തയ്യാറായതാണ്. ഈ അവസ്ഥയിൽ എന്തിന് ജൂലിയ മരിക്കണം? ആ ഒരു സംശയമാണ് ഇവർക്ക് രണ്ടുപേർക്കും. അങ്ങനെ എല്ലാവരും വീട്ടിൽ നിന്ന് പോയതിനു ശേഷം ഐസക് സാറയോട് പറയുന്നുണ്ട്, സാറ, ഡോക്ടർ റോമൻ വിളിച്ചിരുന്നു. ഇവിടെ നിന്ന് പോകുന്നതിന് മുന്നേ നിന്റെ കണ്ണ് ഡോക്ടറിനെ പരിശോധിക്കണമെന്നാണ് പറയുന്നത് എന്ന് പറയുമ്പോൾ ആ ഡോക്ടറിനറിയാം ഇവർ രണ്ടുപേരും ഇരട്ട സഹോദരികളാണെന്നും ഇവർക്ക് ഇതുപോലെയുള്ള പ്രശ്നമുണ്ടെന്നും. അപ്പോൾ സാറ പെട്ടെന്ന് അടുത്തുള്ള ആ ഒരു മ്യൂസിക് പ്ലെയർ നോക്കിയിട്ട്, ഐസക്, അവൾ മരിക്കുന്നതിന് മുന്നേ ഈ ഒരു മ്യൂസിക് പ്ലേ ചെയ്തിരുന്നു. പക്ഷെ അവൾക്ക് ഒരിക്കലും ഈ മ്യൂസിക് ഇഷ്ടമല്ല. അങ്ങനെയാണെങ്കിൽ അറിഞ്ഞുകൊണ്ട് അവൾ ഈ മ്യൂസിക് പ്ലേ ചെയ്തില്ല. ഇവിടെ വേറെ ആരും ഉണ്ടായിരിക്കണം എന്നുള്ളൊരു സംശയം സാറ പറയുമ്പോൾ, സോറി, ഒരു ചെറിയ തിരുത്തുണ്ട്, മരിച്ചതാണ് സാറ, ഇപ്പോൾ ഉള്ളതാണ് ജൂലിയ. ഇപ്പൊ ജൂലിയ ഈ കാര്യം പറയുമ്പോഴത്തേക്കും ഐസക് അത് വലിയ രീതിയിലേക്ക് കാര്യമാക്കുന്നില്ല. അവൾ സൂയിസൈഡ് ചെയ്തതാണെന്ന് പോലീസ് പറഞ്ഞില്ലേ, പിന്നെ എന്തിനാ നമ്മൾ വെറുതെ അതിന്റെ പിറകെ പോകുന്നേ?
അതുമല്ല ഈ 5 വർഷത്തിനുള്ളിൽ നിന്റെ കാഴ്ചയുടെ 20% നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോഴാണ് ജൂലിയയ്ക്കും ഈ കാഴ്ച നഷ്ടപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് കറണ്ട് പോകുന്നു. അപ്പോൾ ഒരു മെഴുകുതിരി കത്തിക്കാൻ വേണ്ടി വീട് മുഴുവനായിട്ട് അന്വേഷിക്കുമ്പോൾ അതിനകത്ത് ഒരു മെഴുകുതിരി പോലും ഇവർക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ജൂലിയ പറയും, കണ്ടോ, ഒരു മെഴുകുതിരി പോലും ഈ വീട്ടിലില്ല. ഇത് കേൾക്കുന്ന ഐസക് പറയും, ശരി, ഞാൻ എന്തായാലും അയൽക്കാരെ പോയി ഒന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് അവൻ വീട്ടിന്റെ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ജൂലിയ മാത്രമല്ലേ ഇവിടെ ഒറ്റയ്ക്കുള്ളൂ. അവൾ നിൽക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ഈ മുറിക്കകത്ത് ആരോ ഉള്ളതുപോലെ അവൾ എന്താ ചെയ്തതിൽ പെട്ടെന്ന് കർട്ടൻ തുറക്കും. കാരണം അവളുടെയും കാഴ്ചയുടെ 20% പോയതുകൊണ്ട് ഈ ഇരുട്ടാകുമ്പോഴത്തേക്കും വലിയ രീതിയിൽ അത് കാണാൻ കഴിയത്തില്ല. അങ്ങനെ അവൾ പേടിച്ച് പാതിയെ ഒരു വശത്തേക്ക് മാറിയിങ്ങനെ ഇരിക്കും പേടിച്ചിട്ട്. കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ഐസക് അകത്തേക്ക് ഒരു ടോർച്ചായിട്ട് വരുന്നുണ്ട്. എന്നിട്ട് അവളെ കണ്ട് അവളുടെ അടുത്ത് പോയിരിക്കും. അത് കഴിഞ്ഞ് അടുത്ത സീനിൽ കാണിക്കുമ്പോൾ സാറയുടെ ശവസംസ്കാര ചടങ്ങാണ്. അതുമല്ല, ഇപ്പൊ ഈ സ്ഥലത്ത് ജോലിയെയും ഐസക്കും അല്ലാതെ വേറൊരാളും സാറയ്ക്ക് വേണ്ടി വന്നിട്ടില്ല. ഇവര് രണ്ടുപേരും അങ്ങനെ കുറെ നേരം നിൽക്കുമ്പോൾ ഒരു വയസ്സായിട്ടുള്ള ആൾ അവിടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് പറയും, ഞങ്ങൾ സാറയുടെ അയൽക്കാരാണ്, പക്ഷെ ഞാൻ അധികം സാറയോട് മിണ്ടിട്ടില്ല, എന്റെ മകളാണ് അവളുമായിട്ട് കൂട്ടുള്ളത്. അവളതേ ഈ ഒരു പൂവ് അവൾക്ക് വേണ്ടി വെക്കാൻ പറഞ്ഞു. അതുമല്ല, സാറ അവൾക്ക് വേണ്ടി എന്തെങ്കിലും കുറിപ്പുകൾ വീട്ടിൽ വിട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ജൂലി അറിയുമില്ല. അപ്പോൾ അയാൾ പറയും, ഓക്കെ ശരി, ഒരു കുഴപ്പമില്ലാന്ന് പറഞ്ഞ് അയാള് കാറിലേക്ക് കയറി പോകുമ്പോൾ അയാളുടെ മകളെ നമുക്ക് വ്യക്തമായിട്ട് കാണിച്ചിരുന്നില്ല. ആ പെൺകുട്ടി അകത്തേക്ക് കയറി ഇരിക്കുകയാണ്. അങ്ങനെ അവരവിടെ നിന്ന് പോകുന്നതും ഇപ്പോൾ ജൂലി ആ ഒരു പെട്ടിയുടെ അടുത്തേക്ക് ഇരുന്നിട്ട്, സാറാ, ഞാൻ നിന്നോട് ക്ഷമിച്ചു, നീ എന്നോട് ക്ഷമിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ എന്നെ കൊണ്ട് കഴിയുന്നതെല്ലാം ഞാൻ നിനക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്, അല്ലേ ഐസക് എന്ന് പറയുമ്പോൾ ഐസക് ഇപ്പോൾ പുറകിൽ വന്നിട്ട് അവളുടെ തോളിൽ കൈവയ്ക്കും. അപ്പോൾ ജൂലി അവന്റെ കയ്യിലേക്ക് ഇങ്ങനെ കൈവയ്ക്കുമ്പോൾ അവൻ കൈവിടുന്ന് പുറകിലേക്ക് വലിച്ചെടുക്കും. ഇവിടെയാണ് ഒരു ട്വിസ്റ്റ്. ജൂലിയെ മുന്നിലേക്ക് നോക്കുമ്പോൾ ഐസക് മുന്നിൽ കുറച്ചുപേരോട് നിന്ന് സംസാരിക്കുന്നു. അപ്പോൾ അവളുടെ തോളിൽ കൈവച്ചതാരാണ് എന്നും പറഞ്ഞ് അവൾ പേടിച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ആരും കാണുന്നില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത സീനിൽ പോലീസുകാരനെ വീട്ടിലേക്ക് വിളിച്ചെടുത്തിട്ട് ജൂലിക്കുള്ള ആ ഒരു സംശയങ്ങളെല്ലാം പറയും. ഇതുപോലെ സെമിത്തേരിയിൽ വന്നത് ആരാണ്, പിന്നെ വീട്ടിൽ നിന്നും വേറെ ആരുടെയെങ്കിലും വിരലടയാളം അങ്ങനെ എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, സംശയിക്കുന്ന രീതിയിൽ ആരുടെയും കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോഴും ജൂലിക്കുള്ള ആ ഒരു സംശയം ഈ മ്യൂസിക് പ്ലേ ചെയ്തത് ആരാണെന്നാണ്. അതുമല്ല, ആ സെമിത്തേരിയിൽ ആരാണ് വന്നതെന്ന് ചോദിക്കുമ്പോൾ പോലീസുകാരൻ പറയും, ഒരുപക്ഷെ അവൾക്ക് പരിചയമുള്ള ആരെങ്കിലും ആയിരിക്കാം. ഓക്കെ ജൂലി, നിനക്ക് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അയൽപക്കക്കാരിയായിട്ടുള്ള സോളിഡ എന്ന് പറഞ്ഞ സ്ത്രീയോട് സംസാരിക്കാന്ന് പറയുമ്പോൾ അതാരാണെന്ന് ചോദിക്കുമ്പോൾ ഇത് അപ്പുറത്തെ വീട്ടിൽ താമസിക്കുന്ന ഒരു വൃദ്ധയാണ്. അല്ല, അവരുടെ വീട്ടിലേക്ക് എങ്ങനെയാ പോകണ്ടേ? വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു കയർ കെട്ടിയിട്ടുണ്ട്, അതിൽ പിടിച്ചങ്ങ് പോയാൽ മതി എന്ന് പറയും. അങ്ങനെ ജൂലിയെ വെളിയിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കാണ് ഈ വീടിന്റെ വശത്തോട് തന്നെ ഒരു കയർ കെട്ടിയിട്ടുണ്ട്. അത് അടുത്ത വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ അതിൽ പിടിച്ചിട്ട് ജൂലിയെ നടന്നു പോകുമ്പോൾ അടുത്ത വീട്ടിൽ ആ ഒരു സ്ത്രീ ജനാല വഴി പുറത്തേക്ക് നോക്കും. എന്നിട്ട് ജൂലി അകത്തേക്ക് വരുന്ന ആ ഒരു സമയം കൊണ്ട് അവരും അകത്തേക്ക് തന്നെ പോകുന്നുണ്ട്. ഇപ്പൊ ജൂലിയെ നടന്ന് മുന്നിലേക്ക് വന്ന് അവര് വിളിക്കുമ്പോഴത്തേക്ക് അവർ ഡോർ തുറക്കുന്നില്ല. അങ്ങനെ ജൂലിയ അകത്തേക്ക് കയറുമ്പോഴാണ് കണ്ണാടിയെല്ലാം വെച്ചിട്ട് ഒരു സ്ത്രീ വരുന്നു. ഇവിടെയാണ് മറ്റൊരു കാര്യം, ഈ വയസ്സായിട്ടുള്ള സ്ത്രീക്കും കണ്ണ് കാണാൻ കഴിയത്തില്ല. അങ്ങനെ ജൂലിയ ആ വയസ്സായിട്ടുള്ള സ്ത്രീയോട് സംസാരിക്കുമ്പോൾ അവര് സാറയെ പരിചയപ്പെട്ടത് 2 വർഷങ്ങൾക്ക് മുന്നെയാണ്. അപ്പോഴും സാറയ്ക്ക് കാഴ്ചശക്തി നഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് അതിനെപ്പറ്റി ഇവര് രണ്ടുപേരും ഒരുപാട് സംസാരിച്ചിരുന്നു. അത് കഴിഞ്ഞ് സാറയുടെ കാഴ്ച പോയതിനു ശേഷം ഇവര് രണ്ടുപേരും എപ്പോഴും ഒരുമിച്ച് സംസാരിക്കുമായിരുന്നു. കൂടാതെ സാറയുടെ വീട്ടിൽ അവളുടെ ഒരുപാട് ആൺസുഹൃത്തുക്കൾ വരുമായിരുന്നു എന്നുള്ള കാര്യം ഈ മുത്തശ്ശി പറയുമ്പോഴത്തേക്കും ജൂലിയെ ചോദിക്കുന്നുണ്ട്, അല്ല ആൺസുഹൃത്തുക്കളോ എവിടെ നിന്നാന്ന് ചോദിക്കുമ്പോൾ ഇവിടെ അടുത്തായിട്ട് തന്നെ ബഹുമാനം എന്ന് പറഞ്ഞൊരു സെന്റർ ഉണ്ട്. അപ്പൊ ജൂലിയെ ചോദിക്കും, അല്ല അതെന്താണ്? ഈ കണ്ണ് കാണാത്തവർക്കുള്ള ഒരു സെന്ററാണത്. കാഴ്ചശക്തി നഷ്ടപ്പെട്ടതിന് ശേഷം അവർക്ക് എങ്ങനെയൊക്കെ ജീവിക്കാം എന്നുള്ള കാര്യങ്ങളെല്ലാം അവിടെ പറഞ്ഞു കൊടുക്കും. അവിടെ അവള് ഇടയ്ക്ക് പോവാറുണ്ട് എന്ന് പറയുന്നതും ജൂലി അടുത്തായിട്ട് പോകുന്നത് ബഹുമാനം എന്ന് പറഞ്ഞ ആ ഒരു സെന്ററിലേക്കാണ്. ഇപ്പൊ ആ ഒരു സെന്ററിലേക്ക് വന്ന് അതിനുള്ളിലേക്ക് കയറി പോകുമ്പോൾ കുറെ സ്ത്രീകളിൽ നിന്ന് സംസാരിക്കുന്ന ശബ്ദം കേൾക്കും. അതൊരു ബാത്റൂമിന്റെ ഭാഗമാണ്. അപ്പൊ ജൂലിയ ആ ശബ്ദം കേൾക്കുന്ന ഭാഗത്തേക്ക് ചെല്ലുമ്പോൾ അവിടെയുള്ള എല്ലാ സ്ത്രീകൾക്കും കാഴ്ചശക്തിയില്ല. അതുകൊണ്ട് തന്നെ അവർ പരസ്പരം ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ജൂലിയ അവിടെ വന്ന കാര്യം ഇവരറിയുന്നില്ല. അങ്ങനെ എല്ലാവരും വസ്ത്രമെല്ലാം മാറി ഓരോ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ജൂലി ഇത് കേട്ടു നിൽക്കുന്ന സമയത്താണ് അതിനിടയിൽ ഇവര് സാറയെ പറ്റി സംസാരിക്കുന്നു. കാരണം അതിലൊരു സ്ത്രീക്ക് സാറയ്ക്കൊരു കാമുകനുണ്ടെന്നുള്ള കാര്യം അറിയാമായിരുന്നു. തന്നോട് സാറ ഇതുപോലെ ഒരു പയ്യനെ കണ്ടുമുട്ടിയെന്ന് ഇവരോട് പറഞ്ഞതായിട്ട് ആ സ്ത്രീ പറയും. അതുമല്ല 1 മാസത്തോളം അവർ വെളിയിൽ കറങ്ങാനെല്ലാം പോയി. കൂടാതെ ഒരു വലിയ ഹോട്ടലിൽ പോയി അവർ താമസിച്ചിരുന്നു. അപ്പോൾ ബാക്കിയുള്ള സ്ത്രീകൾ ചോദിക്കും, ആ ഹോട്ടലിന് എന്താ പ്രത്യേകത? വേറെ ഒന്നുമല്ല, അവർ രണ്ടുപേരും കുറച്ച് റൊമാൻറ്റിക് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഹോട്ടലിലേക്ക് പോയത്. ആ ഹോട്ടലിന്റെ പേര് ബെല്ല വെസ്റ്റ. ഏകദേശം 1 ആഴ്ചത്തോളം അവരവിടെ കഴിഞ്ഞതായിട്ടും സാറ പറഞ്ഞിരുന്നു എന്ന് പറയുമ്പോൾ ജൂലി ഇതെല്ലാം കേട്ട് മനസ്സിലാക്കാണ്. അപ്പോഴാണ് ഈ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരു സ്ത്രീക്ക് പെട്ടെന്ന് ജൂലിയ ഇവിടെ വന്നിട്ടുള്ള ആ ഒരു സ്മെല്ല് അവർക്ക് മനസ്സിലായിട്ട് അവർ മണം പിടിച്ച് ജൂലിയുടെ അടുത്തേക്ക് വരും. അപ്പോഴും ജൂലിയ ഒന്നും മിണ്ടാതെ തന്നെ നിൽക്കും. പെട്ടെന്ന് ജൂലിയെ തൊടുന്നതും ഹേയ് ഇവിടെ ആരും ഉണ്ടെന്ന് പറയുമ്പോൾ ജൂലിയ പറയും, ബാക്കി എല്ലാവരും ജൂലിയുടെ അടുത്തേക്ക് വരുമ്പോൾ ജൂലിയ പറയും, ഞാൻ ഇതുപോലെ സാറയുടെ സഹോദരിയാണെന്ന് പറയുമ്പോൾ ഇവർ വിചാരിക്കുന്നത് അത് സാറയാണെന്നാണ്. കാരണം
സാറയുടെ അതേ സ്മെല്ലാണ് നിനക്കെന്നാണ് പറയുന്നത്. അപ്പോൾ അവർ ചോദിക്കും, പിന്നെ എന്തിനാ നീ മിണ്ടാതെ നിന്നതെന്ന് ചോദിക്കുമ്പോൾ, ഇല്ല നിങ്ങൾ സംസാരിക്കുമായിരുന്നു, ഞാനത് കേട്ടുകൊണ്ട് നിന്നു. അപ്പോഴാണ് ആ സ്ത്രീ ചോദിക്കുന്നത്, അല്ല നിന്റെ പിറകെ അവൻ ആരാന്ന് ചോദിക്കുമ്പോൾ ജൂലിയ പറയും, ഇല്ല ഞാൻ ആരെയും കൊണ്ടുവന്നിട്ടില്ല എന്ന് പറയുന്നതും, ഇല്ല ഇവിടെ ഒരാൾ നിൽപ്പുണ്ടെന്ന് പറയുമ്പോൾ ജൂലിയ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും ഇതിനകത്തുനിന്ന് ഒരുത്തൻ പെട്ടെന്ന് വെളിയിലേക്ക് ഓടുന്നു. ഇത് കണ്ട ജൂലിയ അവന്റെ പിറകെ തന്നെ പോവും. അങ്ങനെ കുറച്ചു ദൂരം ഓടി ചെല്ലുമ്പോഴത്തേക്കാണ് അത് വലിയൊരു ഇടനാഴിയാണ്. പക്ഷെ അവിടെ വെളിച്ചമില്ല. ആ ഇരുട്ടിൽ തന്നെ അവൻ നിൽപ്പുണ്ട്. പക്ഷേ ജൂലിയയ്ക്ക് കാണാൻ കഴിയത്തില്ല. കാരണം എന്താണ്, അവളുടെ 20% കാഴ്ച നഷ്ടപ്പെട്ടതുകൊണ്ട് ഇരുട്ടിലേക്ക് കയറുമ്പോഴത്തേക്കും അവളുടെ കാഴ്ച കുറയും. ഈ കാര്യം ആ വന്നവനും അറിയാൻ തോന്നുന്നു. അതുകൊണ്ടാണ് അവൻ ആ ഒരു ഇരുട്ടത്ത് നിൽക്കുന്നത്. അപ്പോൾ ജൂലിയ എന്താ ചെയ്യുന്നറിയോ, അവിടെയുള്ള ലൈറ്റുകളെല്ലാം കൂടി ഓണാക്കുന്നതും ഇത് കണ്ട് പിന്നെ അവ ഓടുകയാണ്. അപ്പോൾ ജൂലിയ അവന്റെ പിറകെ തന്നെ പോകുന്നുണ്ട്. കുറേ ദൂരം ഓടി ഓടി അവസാനം മറ്റൊരു ഭാഗത്തേക്ക് എത്തുമ്പോഴത്തേക്കും അവൻ ഇപ്പോൾ എവിടെ പോയെന്ന് അറിയാൻ കഴിയുന്നില്ല. അങ്ങനെ ജൂലിയ കുറച്ചുകൂടി മുന്നിലേക്ക് ചെല്ലുമ്പോഴാണ് വേറൊരു ഇരുട്ട് ഭാഗമുണ്ട്. എന്തായാലും അവൻ അവിടെ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് ജൂലിയ തന്റെ ഫോൺ എടുത്ത് ആ ലൈറ്റിൽ കുറച്ച് മുന്നിലേക്ക് പോകും. അങ്ങനെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഒരുത്തൻ അവിടെ നിൽക്കുന്നുണ്ട്. ഏയ് നീ ആരാ, തിരിഞ്ഞു നോക്കാൻ പറയുമ്പോൾ സാറയെ കൊല്ലുന്നതിന് മുന്നേ ഒരു ക്യാമറ ഉപയോഗിച്ചിട്ട് അവൻ ഫോട്ടോ എടുത്തിരുന്നല്ലോ. അതേ ക്യാമറ ഉപയോഗിച്ച് ഇപ്പൊ ജൂലിയുടെ ഫോട്ടോ എടുക്കുന്നതും അതിന്റെ ഫ്ലാഷ് ലൈറ്റ് അടിക്കുമ്പോൾ ജൂലിയയ്ക്ക് കാഴ്ച നഷ്ടപ്പെടുന്നത് പോലെ പെട്ടെന്ന് അവനെ കാണാൻ കഴിയുന്നില്ല. അവൻ അവിടെ നിന്ന് ഓടി അങ്ങ് രക്ഷപ്പെടുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് വീണ്ടും അവന്റെ പിറകെ ഓടുന്നതും അവനിപ്പോൾ ഓടി ഒരു ബിൽഡിങ്ങിന്റെ വെളിയിലേക്ക് പോകും. അവൾ കൂടി വെളിയിലേക്ക് വരുമ്പോൾ നല്ല മഴയുണ്ട്. എന്നിട്ട് അവൾ ശ്രദ്ധിച്ചു നോക്കുമ്പോഴത്തേക്കാണ് ഇപ്പോൾ വെളിച്ചത്തിൽ വന്നിട്ടും അവളുടെ കാഴ്ച എന്തോ കുറഞ്ഞതുപോലെ. കാരണം ആ ഒരു ഫ്ലാഷ് ലൈറ്റ് അടിച്ചിട്ട് അവളുടെ കാഴ്ച കുറച്ചുകൂടി മങ്ങിയതുപോലെ. അത് കഴിഞ്ഞിട്ട് ജൂലിയ തിരിച്ച് വീട്ടിലേക്ക് വരും. ഇപ്പോൾ വീടിനകത്തേക്ക് കയറുമ്പോഴത്തേക്കാണ് അവൾക്ക് മനസ്സിലാവുന്നത് കാഴ്ച കുറച്ചുകൂടി കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ റൂമിനകത്തേക്ക് വന്നിട്ട് സാറയുടെ റൂം പരിശോധിക്കുമ്പോഴത്തേക്കാണ് ആ ഒരു ഹോട്ടലിൽ ഇവർ ബുക്ക് ചെയ്ത റെസിപ്റ്റ് കിട്ടുന്നത്. അപ്പൊ ആ ഒരു ഹോട്ടലിന്റെ പേര് ജൂലിയ അവിടെ നിന്ന് നോക്കുമ്പോൾ ഐസക് പുറകിൽ വന്നിട്ട്, ജൂലിയ ഇത്രയും നേരം നീ എവിടെയായിരുന്നു, നിന്റെ ദേഹമെല്ലാം നനഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ജൂലിയ പറയും, ഞാൻ അയൽവക്കത്തെ ആ ഒരു സ്ത്രീയുടെ വീട്ടിൽ പോയിരുന്നു, അപ്പോഴാണ് മഴ പെയ്തത് എന്ന് പറയുമ്പോൾ ഐസക് പറയും, ഇല്ല നീ 1 മണിക്കൂർ മുന്നേ തന്നെ അവിടെ നിന്ന് പോയിരുന്നു. ഇവിടെ എന്താ സംഭവിക്കുന്നത് എന്നോട് പറയുമ്പോഴത്തേക്കാണ് ജൂലിയ പറയുന്നത്, സാറയുടെ മരണത്തിൽ എനിക്ക് കുറച്ച് സംശയങ്ങളുണ്ട്. ആരോ ഒരാള് അവളെ ഫോളോ ചെയ്യുന്നു, അതേപോലെ തന്നെ ഇപ്പോൾ നമ്മളെയും എന്ന് പറയുമ്പോൾ ഐസക് ഒരിക്കലും അത് വിശ്വസിക്കത്തില്ല. ഇതുകൊണ്ടാണ് ജൂലിയ അവനോട് സത്യങ്ങളൊന്നും പറയാത്തത്. അപ്പോൾ ജൂലിയ പറയും, ഇതുപോലെ സാറയ്ക്കൊരു കാമുകനുണ്ട്, അവനെ ഞാൻ ആ ഒരു സെന്ററിനകത്ത് വെച്ചിട്ട് ഫോളോ ചെയ്ത് പോയിരുന്നു, അവനോടൊപ്പം ഞാനും ഓടിയെന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന ഐസക് പറയും, ഓക്കെ മതി മതി ജൂലിയ, എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് പോവാം. സാർ എന്തായാലും മരിച്ചു, ഇനിയിപ്പോൾ അതിന്റെ പിറകെ വെറുതെ നടക്കേണ്ട ആവശ്യമില്ല, നിനക്കും എന്തെങ്കിലും സംഭവിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് പോവാണെന്ന് പറഞ്ഞ് അവൻ ബാഗ് പാക്ക് ചെയ്യുമ്പോഴത്തേക്കും ജൂലിയയ്ക്ക് പറ്റത്തില്ല. ഇപ്പൊ ഇവൻ കൊണ്ടുപോയി കഴിഞ്ഞാല് സാറയുടെ കാര്യം അന്വേഷിക്കാണ്ട് അവളെ കൊണ്ട് കഴിയത്തില്ല. അതുകൊണ്ട് ജൂലിയ പറയും, ശരി അങ്ങനെയാണെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് പോകണ്ട, മറ്റൊരു സ്ഥലത്തേക്ക് പോയാലോ, കുറച്ച് ദിവസം അവിടെ താമസിക്കാം, സ്ഥലങ്ങളൊക്കെ ഒന്ന് ചുറ്റിക്കണ്ട് നല്ലൊരു ഹോട്ടൽ എനിക്കറിയാം എന്ന് പറയുമ്പോഴത്തേക്ക് ഐസക് പറയും, ശരി അങ്ങനെയാണെങ്കിൽ നമുക്ക് അത് ചെയ്യാന്ന് പറഞ്ഞ് ജൂലിയ ഐസകിനെ കൊണ്ട് പോകുന്നത് എവിടേക്കാണെന്നറിയോ, സാറയും അവളുടെ കാമുകന് താമസിച്ച അതേ ഹോട്ടലിലേക്ക്. പക്ഷേ ഐസകിന് ഒരിക്കലും ഈ കാര്യം അറിയത്തില്ല. അവൻ വിചാരിച്ചിരിക്കുന്നത് ഇവരൊരു യാത്രയുടെ ഭാഗമായിട്ട് പോകുന്നതാണ്. അങ്ങനെ ആ ഒരു ഹോട്ടലിലേക്ക് വന്നിട്ട് ഇവർക്ക് താമസിക്കാനുള്ള റൂമും ബുക്ക് ചെയ്ത് രണ്ടുപേരും ആ ഒരു റൂമിൽ നിന്ന് കുറച്ച് കഴിയുമ്പോൾ ജൂലിയ താഴേക്ക് വരും. എന്നിട്ട് ആ ഒരു റിസപ്ഷനിൽ വന്നിട്ടാണ് അവിടെ നിൽക്കുന്ന രണ്ടുപേരോട് ചോദിക്കുന്നത്, ഇതുപോലെ എൻ്റെ ഇരട്ട സഹോദരി കുറച്ച് ആഴ്ചകൾക്ക് മുന്നേ ഈ ഹോട്ടലിൽ താമസിക്കാൻ വന്നിരുന്നു, കുറച്ച് കാഴ്ച കുറഞ്ഞ അവളോടൊപ്പം അവളുടെ കാമുകനുണ്ടായിരുന്നു, നിങ്ങൾ ആ കാര്യം ഓർക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും, അതെ ഓർക്കുന്നുണ്ട്. ഓക്കെ, അവരുടെ വിവരങ്ങൾ എന്തെങ്കിലും, ആ കാമുകന്റെ പേര് ഒന്ന് എടുത്തു തരാൻ കഴിയുമെന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ്, അല്ല എന്തു പറ്റി, ഇത് നമുക്ക് പെട്ടെന്ന് എടുത്തു തരാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോൾ ജൂലി പറയും, അതല്ല എൻ്റെ സഹോദരി മരിച്ചു, അതിലെനിക്ക് കുറച്ച് സംശയമുണ്ട്, അതുകൊണ്ടാണ് ചോദിക്കുന്നതെന്ന് പറയുമ്പോൾ ആ റിസപ്ഷനിൽ നിൽക്കുന്ന ലേഡി കമ്പ്യൂട്ടറിൽ ഈ ഡീറ്റെയിൽസ് സെർച്ച് ചെയ്ത് നോക്കുമ്പോഴത്തേക്കാണ് ഇവിടെ അടുത്തായിട്ട് തന്നെ ഇലക്ട്രീഷ്യൻ ആയിട്ടുള്ളൊരു അപ്പൂവനുണ്ട്. ജൂലിയ പറയുന്ന ആ ഒരു കാര്യം ഈ അപ്പൂവൻ കേട്ടിട്ട് അയാൾ ജൂലിയെ നോക്കുന്നുണ്ട്, കാരണം അയാൾക്ക് എന്തോ അറിയുന്നത് പോലെ. അപ്പോൾ ഈ ഒരു സ്ത്രീ പറയും, സോറി മാഡം, അവരുടെ രണ്ടുപേരുടെയും ഡീറ്റെയിൽസ് മാത്രം ഇപ്പോൾ സിസ്റ്റത്തിൽ കാണാനില്ല, എനിക്ക് തോന്നുന്നു സിസ്റ്റത്തിന്റെ എന്തെങ്കിലും എറർ ആയിരിക്കാം, ഞങ്ങൾക്കിപ്പോൾ കണ്ടുപിടിച്ച് തരാൻ കഴിയത്തില്ല എന്ന് പറയുന്നതും ഇപ്പോൾ വേറെ വഴിയില്ലാതെ ജൂലിയ തിരിച്ച് റൂമിലേക്ക് തന്നെ പോയിട്ട് അത് കഴിഞ്ഞ് ഐസക്കുമായിട്ട് ഇവർ റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് സംസാരിക്കുകയാണ്. അങ്ങനെ വൈനെല്ലാം ഒഴിച്ചു കൊടുത്ത് ഇവര് രണ്ടുപേരും അത് കഴിക്കുമ്പോൾ ഐസക്ക് ജൂലിയെ നോക്കിയിട്ട് പറയും, ദേ പുറകെ നിൽക്കുന്ന ആ ഒരു വെയിറ്റർ കുറെ നേരമായിട്ട് നിന്നെ നോക്കുന്നു, എനിക്ക് തോന്നുന്നു അവന് നിന്നെ ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ ജൂലിയെ പതിയെ പുറകിലേക്ക് നോക്കുന്നതും ആ ഒരു വെയിറ്റർ കുറെ നേരമായിട്ട് ജൂലിയെ തന്നെ നോക്കുന്നുണ്ട്. അപ്പോൾ ജൂലി പറയും, ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നിയതായിരിക്കാം. അങ്ങനെ ഇവർ കഴിക്കാനായിട്ടുള്ള മെനു നോക്കുമ്പോഴത്തേക്കും ഐസക്കിന് ഈ മെനു വായിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കണ്ണട വേണം, കാരണം അടുത്തുള്ള അക്ഷരങ്ങൾ കാണാൻ വേണ്ടിയിട്ട്. ആ കണ്ണട റൂമിൽ വെച്ചേക്കാണ്, ഞാൻ പോയി എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് ഐസക്ക് നേരെ റൂമിലേക്ക് പോകുമ്പോൾ ആ വെയിറ്റർ നേരെ ജൂലിയുടെ അടുത്തേക്ക് വരും.
എന്നിട്ട് ആ വെയിറ്റർ പറയും, ഹേയ് എന്തൊരു മാറ്റം, നല്ല മാറ്റമുണ്ടല്ലോ നിങ്ങൾക്ക്, അതുമല്ല നിങ്ങളുടെ കണ്ണുകൾ പച്ച നിറമാണ് എനിക്കറിയാം. എന്നാ വെയിറ്റർ പറയുമ്പോഴത്തേക്കാണ് ജൂലിയ പറയുന്നത്, സോറി നിങ്ങൾക്ക് ആള് മാറിപ്പോയി, കാരണം എന്റെ ഇരട്ട സഹോദരിയാണ് നിങ്ങൾ കണ്ടത്. അവൾ കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്നിരുന്നു, അതും അവളുടെ കാമുകനൊപ്പം എന്ന് പറയുമ്പോൾ ആ വെയിറ്റർ പറയും, അപ്പോൾ ആ വെയിറ്റർ ചോദിക്കും കാമുകൻ? ജൂലിയ പറയും, അതെ കാമുകൻ. അവളൊരു കാമുകനായിട്ടല്ലേ ഇവിടേക്ക് വന്നത്? അപ്പോൾ ആ വെയിറ്റർ പറയും, അതെ അങ്ങനെയാണ് ഞാൻ ഓർക്കുന്നത്. അപ്പോൾ ജൂലിയ ചോദിക്കും, ശരി അവന്റെ പേര് നിനക്ക് ഓർമ്മയുണ്ടോ? അവൻ എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് നിനക്കറിയുമെന്ന് ചോദിക്കുമ്പോൾ ആ വെയിറ്റർ പറയും, എനിക്ക് അത്ര ധാരണയില്ല, പക്ഷേ കുറച്ച് പൊക്കം കുറഞ്ഞിട്ട് വളരെ ശാന്തനായിട്ടുള്ള ഒരുത്തനായിരുന്നു, കണ്ടപ്പോൾ എന്തോ വിഷമുള്ളതുപോലെ. അപ്പോൾ ജൂലിയ അവനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ ചോദിക്കും. എങ്ങനെയായിരുന്നു? അവന്റെ മുടി കറുത്തതായിരുന്നോ? സാധാരണ മനുഷ്യനെ പോലെ ആയിരുന്നോ എന്നെല്ലാം ചോദിക്കുമ്പോൾ ആ വെയിറ്റർ അത്ര നല്ലതുപോലെ ശ്രദ്ധിച്ചില്ല. അപ്പോൾ ജൂലിയ ചോദിക്കും, പിന്നെ എന്റെ സഹോദരിയെ നിങ്ങൾക്ക് നല്ലതുപോലെ അറിയാം, അവന് മാത്രം എന്താ ഓർമ്മയില്ലാത്തതെന്ന് ചോദിക്കുമ്പോൾ വെയിറ്റർ പറയും, ഇല്ല നിങ്ങളുടെ സഹോദരിയുടെ കണ്ണ് ഒരു തുണി വെച്ച് കെട്ടിയ അവസ്ഥയിലായിരുന്നു, എന്തോ ഓപ്പറേഷൻ കഴിഞ്ഞ് വന്നതുപോലെ. അതുപോലെ അത്രയും ഭംഗിയുള്ളത് കൊണ്ടാണ് നിങ്ങളുടെ സഹോദരിയെ ഞാൻ ഒരുപാട് ശ്രദ്ധിച്ചത്. അടുത്ത തവണ വരുമ്പോൾ അവരുടെ കണ്ണ് എങ്ങനെ ഉണ്ടാവുമെന്നും ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, അതുകൊണ്ടാണ് നിങ്ങളോട് വന്ന് സംസാരിച്ചത് എന്ന് പറഞ്ഞിട്ട് ആ ഒരു വെയിറ്റർ അവിടെ നിന്ന് പോകുന്നതും ഇപ്പൊ ഐസക് നേരെ തിരിച്ചു വരും. ജൂലി എന്തോ ആലോചിച്ചിരിക്കുന്നത് കാണുമ്പോൾ ഐസക് ചോദിക്കും, എന്തു പറ്റി? അപ്പോൾ ജൂലി പറയും, കഴിഞ്ഞ ആഴ്ച സാറയും അവളുടെ കാമുകനും ഇവിടേക്ക് വന്നിരുന്നു, ഈ വെയിറ്റർ അവരെ കണ്ടു എന്ന് പറയുമ്പോൾ ഐസക് പെട്ടെന്ന്, ഓ അപ്പോൾ ഇതിനു വേണ്ടിയിട്ടാണല്ലേ നീ എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത്? അപ്പോൾ ജൂലി പറയും, ആ വെയിറ്റർ പറഞ്ഞത് എന്താണെന്നറിയോ? അവളുടെ കണ്ണിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് അവൾ ഇവിടേക്ക് വന്നതുപോലെയാണ് അവൻ കണ്ടതെന്ന്. അങ്ങനെയാണെങ്കിൽ സാറയുടെ കണ്ണിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞിരുന്നു, അവളുടെ കാഴ്ച കിട്ടാനുള്ള ആ ഒരു അവസരത്തിൽ അവൾ എന്തിന് സൂയിസൈഡ് ചെയ്യണം? നീ ഒന്ന് പറയാനായിട്ട് ഐസക്കിനോട് ചോദിക്കുമ്പോൾ ഐസക് പറയും, ഒരുപക്ഷെ അവളുടെ ഓപ്പറേഷൻ പൂർത്തിയായി കാണത്തില്ല, അവളുടെ കാഴ്ച തിരിച്ചു കിട്ടാത്തതുകൊണ്ട് ആ വിഷമത്തിലായിരിക്കാം അവൾ സൂയിസൈഡ് ചെയ്തത്. കാരണം ഡോക്ടർ റോമൻ ഇന്നലെ എന്നെ വിളിച്ചിരുന്നു, അവളുടെ കാഴ്ച ഒരിക്കലും തിരിച്ചു കിട്ടത്തില്ല എന്ന് എന്നോട് പറയുകയും ചെയ്തു എന്ന് പറയുമ്പോൾ ജൂലിക്ക് പെട്ടെന്ന് എന്തോ പോലെയായി. കാരണം ഇത്രയും നേരം ഐസക് അത് തന്നിൽ നിന്ന് മറച്ചു വെക്കുമായിരുന്നു. ജൂലിയെ പെട്ടെന്ന് അവിടെ നിന്ന് പോകാനായിട്ട് വരുമ്പോൾ അവളുടെ ബാഗ് താഴെ വീഴും. എടുക്കാനായിട്ട് വരുമ്പോഴത്തേക്കാണ് അവളുടെ കാഴ്ച വീണ്ടും കുറയുന്നത് പോലെ. എന്നിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ അവിടെ നിന്ന് എഴുന്നേറ്റങ്ങ് പോവാണ്. ഐസക് പിറകെ വന്നിട്ട് അവളെ വിളിച്ച് ചോദിക്കുമ്പോൾ ജൂലി ചോദിക്കും, നീ എന്തുകൊണ്ട് ആ ഒരു കാര്യം എന്നോട് പറഞ്ഞില്ല എന്ന് ചോദിക്കുമ്പോൾ ഐസക് പറയും, ഇല്ല അവൾ ആത്മഹത്യ ചെയ്യാൻ കാരണം അവൾക്ക് ആ ഒരു കാഴ്ച കിട്ടാത്തത് തന്നെയാണ്, അന്ധനായിട്ടിരിക്കാനായിട്ട് അവൾക്കൊരിക്കലും താല്പര്യമില്ലായിരുന്നു, അല്ലാതെ കാമുകം കാരണമല്ല എന്ന് പറയുമ്പോൾ ജൂലിയെ ചോദിക്കും, ശരി അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ച അവർ രണ്ടുപേരും ഇവിടേക്ക് വന്നു, സാറ മരിച്ചപ്പോൾ പോലും അവളുടെ കാമുകൻ ആ ശവസംസ്കാര ചടങ്ങിന് വന്നിട്ടില്ല, അതെന്തുകൊണ്ടാണെന്ന് ചോദിക്കുമ്പോൾ ഐസക് പറയും, ഒരുപക്ഷെ അവനത് ബുദ്ധിമുട്ടായിരിക്കാം, അതുകൊണ്ടായിരിക്കാം വരാഞ്ഞത്, അതും ഇതും തമ്മിൽ ഒരു ബന്ധമില്ല എന്ന് പറയുമ്പോൾ ജൂലി അത് വിശ്വസിക്കത്തില്ല. ജൂലി ഇപ്പോൾ ഞാനത് ഒറ്റയ്ക്ക് നോക്കിക്കോളാം എന്ന് പറഞ്ഞ് റോഡിലേക്ക് ഇറങ്ങുന്നതും പെട്ടെന്നൊരു കാർ വന്ന് ഇടിക്കാനായിട്ട് നിൽക്കും. ഇത് കണ്ട ഐസക്, ഹേയ് ജൂലിയ നീ എന്തായി കാണിക്കുന്നേ, ഞാൻ പറഞ്ഞില്ലേ എന്നും പറഞ്ഞ് അവൻ നല്ലതുപോലെ ദേഷ്യപ്പെടുന്നതും അത് കഴിഞ്ഞിട്ട് ഇവര് രണ്ടുപേരും റൂമിലേക്ക് വരുമ്പോൾ ജൂലിയ ചോദിക്കുന്നുണ്ട്, ശരി എന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടാല് നീ എന്നെ ഉപേക്ഷിക്കോ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, ഇല്ലില്ല ഒരിക്കലും അങ്ങനെ സംഭവിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് ഇപ്പൊ ജൂലിയോട് കണ്ണടയ്ക്കാൻ പറയും. എന്നിട്ട് ശരി ഇനി നീ എന്നെ കണ്ടുപിടിക്കാൻ പറയുമ്പോൾ അവള് പതിയെ അടുത്തേക്ക് നടന്നു വന്ന ആ ഒരു ശബ്ദം, സ്മെല്ല് ഇതെല്ലാം ഉപയോഗിച്ച് അവന്റെ അടുത്തേക്ക് വന്നിട്ട് ഇവർ ഓരോ കാര്യങ്ങൾ സംസാരിച്ച് അത് കഴിഞ്ഞ് രണ്ടുപേരും പെട്ടെന്ന് റൊമാൻറ്റിക് ആയിട്ടിരിക്കുകയാണ്. അത് കഴിയുമ്പോൾ ജൂലിയ പറയുന്നുണ്ട്, എന്റെ കാഴ്ചശക്തി നഷ്ടപ്പെടുമ്പോഴത്തേക്കും എനിക്ക് അവസാനമായിട്ടും നിന്നോടൊപ്പം ആകാശത്തേക്ക് നോക്കിയിരിക്കണം, അതാണ് അവസാനമായിട്ട് എനിക്ക് കാണേണ്ടത് എന്ന് പറയുമ്പോൾ ഐസക് പറയും, അങ്ങനെ തന്നെ ചെയ്യാം, അതേപോലെ തന്നെ നീ ഈ കേസിൽ നിന്ന് മാറി നിൽക്കണം, ഇനി ഒരിക്കലും അങ്ങനെ ഒരാളെ തേടി പോകരുത്. അവളും പറയും, ഓക്കെ അങ്ങനെ തന്നെ ചെയ്യാന്ന് പറഞ്ഞ് ഇപ്പോൾ രണ്ടുപേരും അടുത്ത ദിവസം വേറെ കുഴപ്പമൊന്നുമില്ലാതെ കോഫിയെല്ലാം കുടിച്ചിട്ട് ഇവർ ഈ ഹോട്ടലിൽ നിന്ന് പോകാനായിട്ട് നിൽക്കാണ്. അപ്പൊ ഐസക് പറയും, ഞാൻ കാറിലെ ലഗേജ് എല്ലാം കൊണ്ടുവച്ചിട്ട് വരാം, നീ നേരെ കാറിനടുത്തേക്ക് പോയിരുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജൂലി അവിടെ നിന്ന് പോകാനായിട്ട് വരുമ്പോഴത്തേക്കാണ് ആ ഒരു ഇലക്ട്രീഷ്യൻ ആയിട്ടുള്ള അപ്പൂപ്പനുണ്ടല്ലോ അയാള് ജൂലിയെ വിളിക്കുന്നത്. ഹേയ് ജൂലിയ, നിന്റെ സഹോദരിയെ പറ്റി ഞാൻ പത്രത്തിൽ വായിച്ചിരുന്നു, വളരെ വിഷമമുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും ജൂലിക്ക് അതിന് സംസാരിക്കാൻ താല്പര്യമില്ലാതെ ശരിയെന്ന് പറഞ്ഞ് അവള് പോകാനായിട്ട് വരുമ്പോഴത്തേക്കാണ് അപ്പൂപ്പൻ പറയുന്നത്, എനിക്ക് അവളുടെ ഒരു കാര്യമുണ്ട് എന്ന് പറയുന്നതും ജൂലിയ ഇപ്പൊ ആ ഒരു അപ്പൂപ്പനോടൊപ്പം പോവാണ്. അപ്പൂപ്പൻ അവിടെ വിളിച്ചിട്ട് അപ്പൂപ്പന്റെ റൂമിലേക്ക് പോകുന്ന സമയത്ത് അപ്പൂപ്പൻ പറയുന്നുണ്ട്, അവള് പോയിട്ട് 1 മണിക്കൂറിന് ശേഷം അവളുടെ റൂമിൽ നിന്നും എനിക്കൊരു താക്കോല് കിട്ടി, അതും കട്ടിലിനടിയിൽ നിന്നും എന്ന് പറഞ്ഞിട്ട് ആ ഒരു താക്കോല് ജൂലിയുടെ കയ്യിലെടുത്ത് കൊടുക്കും. ആ താക്കോലിന്റെ അറ്റത്താണെങ്കിലോ ഒരു മണിയുണ്ട്. അങ്ങനെ താക്കോലും വാങ്ങി പോകാനായിട്ട് നിൽക്കുമ്പോഴത്തേക്കാണ് ജൂലിയെ ചോദിക്കുന്നത്, അല്ല സാർ എന്റെ സഹോദരി അവളുടെ കാമുകനായിട്ടാണ് ഇവിടേക്ക് വന്നത് എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയും, അതെ ഒരാളുണ്ടായിരുന്നു, പക്ഷെ ഒരു അദൃശ്യനായിട്ടുള്ള മനുഷ്യൻ, അവനെ എപ്പോഴും വെളിച്ചത്തിൽ കാണാൻ കഴിയത്തില്ലായിരുന്നു, അവൻ എപ്പോഴും ഒരു നിഴല് പോലെ ഇരുട്ടിലാണ് നടന്നുകൊണ്ടിരുന്നത്, അതുകൊണ്ട് തന്നെ ആർക്കും അവനെ നല്ലതുപോലെ ഓർക്കാൻ കഴിയത്തില്ല. കാരണം ഈ ഒരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആളുകൾ എപ്പോഴും വെളിയിലേക്ക് ഇറങ്ങാതെ അധികം കൂട്ടങ്ങളിലേക്ക് ഇറങ്ങാതെ എല്ലാം നടക്കുമല്ലോ, അതുപോലെ ഈ ഇരുട്ടിൽ മാത്രം ഒതുങ്ങി കഴിയുന്ന ചില ആളുകളുണ്ട്,
അതുപോലെയാണ് അയാളും. അപ്പോൾ ജൂലിയ പറയും, നിങ്ങൾ അയാളെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതെ കണ്ടിരുന്നു, പക്ഷെ അവനെ പോലെ തന്നെയാണ് ഞാനും, അധികം വെളിച്ചത്തിലേക്ക് പോവാറില്ല. അപ്പോൾ ജൂലിയ ചോദിക്കും, ശരി അയാളെ ഇനി കണ്ടാൽ മനസ്സിലാവൂ, എന്നെ സഹായിക്കാൻ കഴിയുമെന്ന് ചോദിക്കുമ്പോൾ അപ്പൂപ്പൻ എന്തോ പേടിക്കുന്നത് പോലെ. അപ്പോൾ ജൂലിയ പറയും, നിങ്ങൾ എന്താ പേടിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അപ്പൂപ്പൻ പറയും, ഏയ് ഒന്നുമില്ല, ഇവിടെ കാർ പാർക്കിങ്ങിലെ ക്യാമറ വെച്ചിട്ടുണ്ട്, അവിടെ പോയി നോക്കിക്കഴിഞ്ഞാൽ അയാളെ കണ്ടുപിടിക്കാൻ കഴിയും. ഇതുകൂടി മനസ്സിലാക്കുന്നത് ജൂലിയ അവിടേക്ക് പോകാനായിട്ട് നിൽക്കുമ്പോൾ ഈ അപ്പൂപ്പൻ പെട്ടെന്ന് അവളെ വന്നങ്ങ് പിടിക്കും. എന്നിട്ടാണ് അപ്പൂപ്പൻ പറയുന്നത്, ദേ ഒരു കാര്യം നീ എപ്പോഴും ശ്രദ്ധിക്കണം, നിന്റെ സഹോദരിയുടെ കൂടെയുള്ള ആ ഒരാളുടെ കണ്ണുകൾ ഞാൻ കണ്ടിരുന്നു, വളരെ ദേഷ്യമുള്ളൊരു കണ്ണുകളായിരുന്നു. അതേപോലെ അവന് പെട്ടെന്ന് ഒളിക്കാനും കഴിയും. അങ്ങനെ ഒരാൾ ഈ ലോകത്ത് ഒളിച്ച് ജീവിക്കുന്നുണ്ടെങ്കിൽ അവൻ എന്തോ ഒരു കാര്യം ഉള്ളിലുണ്ട്. അതുകൊണ്ട് അവൻ വളരെ അപകടകാരിയായിട്ടുള്ള ഒരാളാണ്. ആരും അവനെ ശ്രദ്ധിക്കാത്തത് കൊണ്ട് തന്നെ അങ്ങനെ ഒരാള്. അതുകൊണ്ട് അയാൾക്ക് നിന്നെ തട്ടിയെടുക്കാൻ കഴിയുമെന്ന് പറഞ്ഞു. അപ്പൂപ്പൻ പെട്ടെന്ന് പുറകിലേക്ക് നോക്കുമ്പോഴാണ് ആ ഒരുത്തൻ ഇവിടെയുണ്ട്, അതും ഇരുട്ടിൽ ഒളിച്ചു നിൽക്കുന്നു. ഇതും മനസ്സിലാക്കിയ ജൂലിയ പെട്ടെന്ന് തിരിയുന്നതും അവൻ ഇപ്പോൾ മുകളിലേക്ക് ഓടും. ജൂലിയയും അവന്റെ പിറകെ തന്നെ പോവും. അങ്ങനെ ഓടി ഓടി നേരെ മുകളിലേക്ക് വരുമ്പോഴാണ് അവൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടിരുന്നു. ഇപ്പൊ ഐസക് പെട്ടെന്ന് വന്നിട്ട്, അല്ല ജൂലിയ നീ എവിടെയായിരുന്നു ചോദിക്കുമ്പോൾ ജൂലിയ പറയും, ഐസക് ഞാൻ പറയുന്നത് കേൾക്ക്, ഒരു 10 മിനിറ്റ് എനിക്കിതാ, ആ കൊലയാളി ഇവിടെയുണ്ട്, അവൻ എവിടെയുണ്ടെന്ന് എനിക്കറിയാമെന്നും പറഞ്ഞ് ഇപ്പൊ ഐസകിനെ വിളിച്ചിട്ട് നേരെ കാർ പാർക്കിംഗ് ഏരിയ ഉണ്ടല്ലോ അവിടേക്ക് പോവും. എന്നിട്ട് അവൾ അകത്തേക്ക് വരാണ്ട് നിൽക്കുമ്പോൾ ഐസക് പറയും, ശരി നീ ഇവിടെ തന്നെ നിൽക്ക്, ഞാൻ പോയി നോക്കിയിട്ട് വരാം, ഇനി നിന്നെ അപകടപ്പെടുത്താനായിട്ട് എന്നെ കൊണ്ട് കഴിയത്തില്ല എന്ന് പറഞ്ഞ് ഐസക് ഉള്ളിലേക്ക് പോകുന്നു. അങ്ങനെ കുറെ നേരമായിട്ട് അവൻ പോയിട്ടും തിരിച്ചു വരുന്നില്ല. അതുകൊണ്ട് ജൂലിയ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് അകത്തേക്ക് പോവും. എന്നിട്ട് ആ ഒരു സെക്യൂരിറ്റി റൂം ഉണ്ടല്ലോ അവിടേക്ക് ചെന്ന ആ ഒരു സെക്യൂരിറ്റിയോട്, ഇപ്പൊ ഇവിടേക്ക് വന്ന ഒരാളുണ്ട്, അവൻ എവിടേക്ക് പോയെന്ന് അറിയുമെന്ന് ചോദിക്കുമ്പോൾ ആ ഒരു സെക്യൂരിറ്റി പറയും, സോറി അതൊന്നും തരാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് അവൻ അങ്ങനെ ഇരിക്കുമ്പോൾ സാറ് ചോദിക്കും, പ്ലീസ് 1 മണിക്കൂറായിട്ടുള്ളൂ, അതിനുള്ളിൽ ആരെങ്കിലും ഇവിടേക്ക് വന്നിട്ടുണ്ടോ എന്ന് നോക്കാൻ പറയുന്നത്. സെക്യൂരിറ്റി ഓക്കെ എന്ന് പറഞ്ഞ് പെട്ടെന്ന് തിരിയുമ്പോഴത്തേക്കും ക്യാമറയൊന്നും വർക്കാവുന്നില്ല. എന്താന്ന് വെച്ചാല് ആ കൊലയാളി തന്നെ എന്തോ കാര്യം ചെയ്തിട്ടുണ്ട്. ഇത് മനസ്സിലാക്കി സെക്യൂരിറ്റി പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ അതിന്റെ വയറുകളെല്ലാം കട്ട് ചെയ്ത് വെച്ചേക്കുന്നു. അതുമല്ല പെട്ടെന്ന് തന്നെ ഈ ഒരു സ്ഥലത്തെ കറണ്ട് എല്ലാം അങ്ങ് കട്ടാവുന്നതും ഇപ്പൊ ഇരുട്ടായി പോയി. ആ സമയം കൊണ്ട് ഈ സെക്യൂരിറ്റി റൂമിനകത്തും അവൻ കയറി, പക്ഷെ സാറയ്ക്ക് അവനെ കാണാൻ കഴിയത്തില്ല ഇരുട്ടായതുകൊണ്ട്. എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് വെളിച്ചം വരുമ്പോഴത്തേക്കും അതിനകത്തുള്ള ആ ഒരു ഹാർഡ് ഡ്രൈവ് ഉണ്ടല്ലോ അതും ആ കൊലയാളി എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അതുകൊണ്ട് അവൻ ആരാണെന്ന് ഇനി ക്യാമറയിലൂടെ നോക്കി ഇവർക്ക് കണ്ടുപിടിക്കാൻ കഴിയത്തില്ല. അതേപോലെ തന്നെ അവിടെ നിന്ന് നേരെ ആ ഒരു കൊലയാളി പോകുന്നത് ഇവനെ കണ്ടെന്ന് പറഞ്ഞ ആ ഒരു അപ്പൂപ്പനുണ്ടല്ലോ അപ്പൂപ്പന്റെ റൂമിലേക്കാണ്. അപ്പൂപ്പൻ ഇപ്പോ ബാത്ത് ടബിൽ കുളിക്കാനായിട്ട് കിടക്കാണ്. അങ്ങനെ കിടക്കുമ്പോഴത്തേക്കും ഈ കൊലയാളി അവിടേക്ക് വന്ന് അവിടെ തൂക്കിയിട്ടിരിക്കുന്ന ആ ഒരു ബൾബുണ്ട് അത് പതിയെ താഴേക്ക് ഇറക്കും. എന്നിട്ട് അതെടുത്ത് ഈ ഒരു ബാത്ത് ടബിലേക്ക് ഇടുമ്പോൾ കറണ്ട് അടിച്ച് അപ്പൂപ്പൻ അവിടെ വെച്ച് മരിക്കുന്നു. അപ്പൊ അവനെ കണ്ട ഒരേ ഒരാള് ഈ അപ്പൂപ്പൻ മാത്രമായിരുന്നു. ഇനിയിപ്പോ അപ്പൂപ്പനും ഇല്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് ഈ സ്ഥലത്തേക്ക് പോലീസ് വന്നു. അപ്പോ ജോലിയെ നടന്ന കാര്യങ്ങളെല്ലാം പോലീസിനോട് പറയുന്നുണ്ട്. പക്ഷെ പോലീസ് പെട്ടെന്ന് ഈ കാര്യം വിശ്വസിക്കുന്നില്ല. കൂടാതെ അകത്തേക്ക് പോയ ഐസക് ആണെങ്കിലോ അവൻ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. ഇപ്പൊ പോലീസുകാർ പറയുന്നത് ആ ഒരുത്തനെ നിങ്ങളല്ലാതെ വേറെ ആരും കണ്ടിട്ടില്ല ഇവിടെ, അതുകൊണ്ട് നിങ്ങൾ പറയുന്നത് പെട്ടെന്ന് വിശ്വസിക്കാൻ കഴിയത്തില്ല എന്നാണ്. അപ്പോഴാണ് ജൂലിയ ആ ഒരു അപ്പൂപ്പന്റെ കാര്യം ആലോചിക്കുന്നത്. ഓക്കെ കണ്ട ഒരാളുണ്ടെന്നും പറഞ്ഞ് ജൂലി അവിടെ നിന്ന് നേരെ ആ ഒരു അപ്പൂപ്പന്റെ റൂമിലേക്ക് ചെല്ലും. അവിടെ ചെല്ലുമ്പോൾ അപ്പൂപ്പൻ മരിച്ചു കിടക്കുന്നു. ഇതുകൂടിയാവുന്നതും ജൂലിയെ പെട്ടെന്ന് പേടിച്ച് താഴെ വന്ന് വീഴാണ്. കാരണം അവൾക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു പ്രതീക്ഷ ഈ അപ്പൂപ്പൻ മാത്രമായിരുന്നു. ഇപ്പൊ അപ്പൂപ്പനെ മരിച്ചു. അങ്ങനെ അത് കഴിഞ്ഞ് ജൂലിയെ നേരെ പോകുന്നത് സാറയെ പരിശോധിച്ച ആ ഒരു ഡോക്ടർ ഉണ്ടല്ലോ റോമൻ, അവന്റെ അടുത്തേക്കാണ്. അവിടെ ചെല്ലുമ്പോഴത്തേക്കാണ് റോമൻ ജൂലിയുടെ കണ്ണും പരിശോധിച്ചിട്ട്, നിങ്ങൾ ഉടനെ തന്നെ ഒരു ദാതാവിനെ കണ്ടുപിടിക്കണം, എന്നാലേ നമുക്ക് ഈ ഒരു ഓപ്പറേഷൻ ചെയ്യാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ജൂലി ചോദിക്കും, നിങ്ങൾ എപ്പോഴെങ്കിലും സാറയുടെ കാമുവിനെ കണ്ടിട്ടുണ്ടോ? അപ്പൊ ആ ഡോക്ടർ പറയും, ഇല്ല ഞാൻ അവനെ കണ്ടിട്ടില്ല എന്ന് പറയും. എന്നിട്ട് ആ ഡോക്ടർ പറയുന്നത് വേറെ ഒന്നുമല്ല, ജൂലിയ നിങ്ങളിപ്പോ ഇതിനെപ്പറ്റി ചിന്തിക്കാതെ അതാണിപ്പോ പ്രധാനമെന്നും പറഞ്ഞ് ജൂലിയ അവിടെ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ഈ ഹോസ്പിറ്റലിലുള്ള ഒരു നേഴ്സ് ഉണ്ട്. അവനിപ്പോ കണ്ണു കാണാത്തൊരു സ്ത്രീയുമായിട്ട് ഒരു റൂമിൽ നിൽക്കുന്നു. അപ്പൊ അവരെ സഹായിക്കുന്നതും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഇവാനാണ്. അപ്പൊ ജൂലിയ കുറെ നേരമായിട്ട് ഇവിടെ നിൽക്കുന്നതുകൊണ്ട് ഇവാൻ വന്ന് ആ ഡോർ അങ്ങ് അടയ്ക്കും. അപ്പൊ അവന്റെ പേര് അവള് വായിക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് ജൂലിയ നേരെ പോകുന്നത് സാറയുടെ ആ ഒരു സുഹൃത്തായിട്ടുള്ള മുത്തശ്ശി ഉണ്ടല്ലോ അവരുടെ വീട്ടിലേക്ക്. എന്നിട്ട് അവരോട് ചോദിക്കും, സാറ എപ്പോഴെങ്കിലും അവളുടെ കാമുവിനെ പറ്റി പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല, കാരണം സാറ ഒരിക്കലും പുരുഷന്മാരെ വിശ്വസിച്ചിരുന്നില്ല. ഓക്കെ നിന്റെ ഭർത്താവ് ഐസക് എവിടെ, അവനും നിന്നെ കളഞ്ഞിട്ട് പോയെന്ന് ചോദിക്കുമ്പോൾ ജൂലിയ പറയും, ഇല്ലില്ല അവനൊരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് പറയുമ്പോൾ ഈ അമ്മൂമ്മയ്ക്കും പുരുഷന്മാരെയൊന്നും വിശ്വാസമില്ല. അതുകൊണ്ട് ഐസക് അവളെ വിട്ടിട്ട് പോയെന്നാണ് അമ്മൂമ്മ പറയുന്നത്. കാരണം അവളുടെ കാഴ്ച നഷ്ടപ്പെട്ടതുകൊണ്ട് അവന് നിന്നെ ഉപേക്ഷിച്ച് കാണും എന്ന് പറയുമ്പോഴത്തേക്കും ഈ അമ്മൂമ്മയുടെ ഫാമിലി ഫോട്ടോ അവിടെ ഇരിപ്പുണ്ട്. അതെടുത്ത് നമ്മുടെ ജൂലിയെ നോക്കുന്നുണ്ട്. അവൾക്ക് ഇപ്പോഴും കാഴ്ച വളരെ കുറഞ്ഞു വരികയാണ്, വ്യക്തമായിട്ടൊന്നും കാണാൻ കഴിയുന്നില്ല. അപ്പോഴാണ് അമ്മൂമ്മ പറയുന്നത്, നിനക്കറിയോ എന്റെ ഭർത്താവ് എന്റെ കാഴ്ച നഷ്ടപ്പെട്ടതിന് ശേഷം എന്നെ ഉപേക്ഷിച്ചു. എനിക്ക് ആകെ ഉണ്ടായിരുന്നത് എന്റെ മകൻ മാത്രമാണ്. അവനും എന്നെ നോക്കുമെന്നാണ് ഞാൻ വിശ്വസിച്ചത്, പക്ഷെ ഒരിക്കലും അങ്ങനെയില്ല. അവനും എന്നെ കളഞ്ഞിട്ട് പോയി. അതുകൊണ്ടാണ് ഞാൻ ആരെയും വിശ്വസിക്കാത്തത്. അതുപോലെ നിന്റെ ഭർത്താവും നിന്നെ കളഞ്ഞിട്ടായിരിക്കും പോയത് എന്ന് പറയുമ്പോഴത്തേക്കും ഈ വീടിന് വെളിയിലായിട്ട് ഏതൊരു പെൺകുട്ടി വന്ന് കുറെ നേരമായിട്ട് ജൂലിയെ നോക്കുന്നുണ്ട്. എന്നിട്ട് ജൂലി അവിടെ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ആ പെൺകുട്ടി അവിടെ നിന്ന് ഓടിപ്പോകുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഐസകിനെ പറ്റി പോലീസിനോട് പറയും. ഐസകിനെ കാണാനില്ലല്ലോ 2 ദിവസമായിട്ട്. അപ്പോഴാണ് ആ ഒരു പോലീസുകാരൻ
സാറയുടെ ഒരു മോതിരം ഐസക്കിന്റെ ബാഗിൽ നിന്ന് കണ്ടുപിടിക്കുന്നു. എന്നിട്ട് പറയും, ദേ ഇത് ഐസക്കിന്റെ അടുത്ത് നിന്ന് കിട്ടിയതാണ്. കൂടാതെ സാറയുടെ കണ്ണ് ഓപ്പറേഷന്റെ കാര്യം അവനും അറിയാമായിരുന്നു. അത് നിന്റെ കയ്യിൽ നിന്ന് അവനെ ഒളിപ്പിച്ചു വയ്ക്കുമായിരുന്നു എന്ന് പറയുമ്പോൾ, അല്ല അറിയാമായിരുന്നെങ്കിൽ ആ ഒരു ഡോക്ടർ എന്നോട് പറയുമായിരുന്നു എന്ന് ജൂലിയ പറയുമ്പോൾ, ഇല്ല ഒരിക്കലുമില്ല, ആ ഡോക്ടർ ഒരിക്കലും സാറയുടെ ശസ്ത്രക്രിയയുടെ കാര്യം മറ്റാരോടും പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിലേ ഐസക്കിന് മാത്രം അതെങ്ങനെ അറിയാം? കാരണം ഐസക്കും സാറയും തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അത് അവരുടെ ഫോൺ കോളിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇവര് രണ്ടുപേരും ഒരുപാട് തവണയായിട്ട് സംസാരിച്ചിട്ടുണ്ട് എന്നെല്ലാം പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് മറ്റൊരു പോലീസുകാർ അവിടേക്ക് വന്ന്, സാറയുടെ വീട്ടിൽ എന്തോ ഒരു വെളിച്ചം കണ്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഇവരെല്ലാവരും സാറയുടെ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ അവിടെ വന്നിട്ട് ഓരോ മുറിയായിട്ട് അന്വേഷിക്കുന്നു. പോലീസുകാരെ മുകളിലത്തെ മുറിയിലേക്ക് പോകുമ്പോൾ ജൂലിയ നേരെ താഴത്തെ മുറിയിലേക്ക് ആ ഒരു ബേസ്മെന്റിലേക്ക് ഇറങ്ങി ചെല്ലും. അങ്ങനെ പോലീസുകാരെ നേരെ മുകളിലേക്ക് പോകുമ്പോൾ അവിടെ കട്ടിലിൽ എന്തോ ഒരു ലെറ്റർ എഴുതി വെച്ചിട്ടുണ്ട്. കൂടാതെ താഴെ നമ്മുടെ ജൂലിയ ഇറങ്ങി വരുമ്പോഴത്തേക്കും അവിടെ ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ചേക്കുന്നു. ഇപ്പൊ അതും എടുത്തിട്ട് അവൾ കുറച്ച് മുന്നിലേക്ക് ചെല്ലുമ്പോൾ ഒരു ടേബിളിൽ തട്ടിയിട്ട് ആ ഒരു മെഴുകുതിരി താഴേക്ക് വീണ് അണയും. അതുകൊണ്ട് അവൾക്ക് നല്ലതുപോലെ കാണാൻ കഴിയത്തില്ല. പക്ഷെ അവിടെയാണ് മറ്റൊരു കാര്യം, ഈ റൂമിനകത്ത് ആരോ ഒരാൾ ഉണ്ടായിരുന്നു. അയാൾ ഓടുന്ന ആ ഒരു ശബ്ദം അവൾക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ജൂലിയ ആ ഒരു പോലീസുകാരനെ വിളിച്ചിട്ട്, സാർ ഇവിടെ ആരോ ഉണ്ട് എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും ആ പോലീസുകാരൻ ഓടി താഴേക്ക് വരുന്നു. എന്നിട്ട് ടോർച്ച് അടിച്ച് അവസാനം നമ്മുടെ ജൂലിയെ കണ്ടുപിടിക്കും. അതേസമയം ഈ റൂമിൽ നല്ല ഇരുട്ടായതുകൊണ്ട് തന്നെ അയാൾ ടോർച്ച് അടിച്ചിങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് ഈ തെരുവിലുള്ള പവർ ഓൺ ആവുന്നതും എല്ലാ വീട്ടിലും ലൈറ്റും വരുന്നു. ഈ ബേസ്മെന്റിലും ലൈറ്റ് വരുന്നുണ്ട്. അവിടെയാണ് ഒരു ഒന്നര ടെസ്റ്റ്. എന്താന്ന് വെച്ചാല് ഐസക്ക് അവിടെ തൂങ്ങി നിൽക്കുന്നു. സാറ് എങ്ങനെയാണോ മരിച്ചത് അതുപോലെ ഇതോടെ നമ്മുടെ ജൂലിയുടെ കാഴ്ചശക്തി കുറച്ചുകൂടി പോയി. അതുകൊണ്ട് അവൾക്ക് അത് എന്താണെന്ന് പോലും കാണാൻ കഴിയുന്നില്ല. അങ്ങനെ അത് കഴിഞ്ഞ് ജൂലിയെ നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ്. ഇപ്പോഴാണ് ആ ഒരു പോലീസുകാരൻ അവിടേക്ക് വന്നിട്ട് പറയുന്നത്, ഞങ്ങൾ പറഞ്ഞതുപോലെ ഐസക്ക് ഒരു കത്ത് എഴുതി വെച്ചു. അതിൽ എഴുതിയിരിക്കുന്നത് വേറെ ഒന്നല്ല, അവൻ സാറെ ഇഷ്ടപ്പെട്ടിരുന്നതും അവളില്ലാതെ അവന് ജീവിക്കാൻ കഴിയത്തില്ല, അതുകൊണ്ടാണ് അവനും ഇതുപോലെ സൂയിസൈഡ് ചെയ്തത്. എന്നാ പോലീസുകാരൻ പറയുമ്പോഴത്തേക്കും നമ്മുടെ ജൂലിയക്ക് എന്തായാലും അത് വിശ്വസിക്കാൻ കഴിയത്തില്ല. കാരണം നമുക്ക് തന്നെ അറിയാം, ജൂലിയ താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവിടെ മറ്റൊരാളുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ആ ഒരു ഡോക്ടർ പറയും, ജൂലിയ പെട്ടെന്ന് തന്നെ ഒരു ദാതാവിനെ കണ്ടുപിടിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉടനെ തന്നെ ഓപ്പറേഷൻ ചെയ്യാം. അങ്ങനെ കണ്ണ് ഓപ്പറേഷൻ ചെയ്യാനായിട്ടുള്ള ആ ഒരു സൈനും ജൂലിയ ചെയ്തു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം ജൂലിയയുടെ കണ്ണിന്റെ ഓപ്പറേഷൻ കഴിയുന്നു. കുറച്ച് ദിവസം ആ ഒരു ഹോസ്പിറ്റലിൽ തന്നെ കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് ആ ഡോക്ടർ പറയുന്നുണ്ട്, നിന്റെ കണ്ണിന്റെ ഓപ്പറേഷൻ ഏകദേശം നല്ലതുപോലെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഒരാഴ്ചത്തോളം നിന്റെ കണ്ണിൽ സൂര്യപ്രകാശം തട്ടരുത്. അതുകൊണ്ട് കണ്ണെപ്പോഴും മൂടി തന്നെ വെച്ചേക്കണം. ഒരാഴ്ച കഴിഞ്ഞാൽ നിനക്ക് വീട്ടിലേക്ക് പോവാന്ന് പറയുമ്പോൾ ജൂലിയ പറയും, ഇല്ല ഞാൻ എന്തായാലും വീട്ടിലേക്ക് പോവാണ്, അതും എന്റെ സഹോദരിയായിട്ടുള്ള സാറയുടെ വീട്ടിലേക്ക്. എനിക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യമില്ല എന്ന് പറയുമ്പോൾ ആ ഡോക്ടർ പറഞ്ഞു നോക്കുന്നുണ്ട്. പക്ഷേ ജൂലി അതിന് സമ്മതിക്കാതെ താൻ തന്നെ നോക്കിക്കോളാം എന്നുള്ള രീതിയിൽ സാറയുടെ വീട്ടിലേക്ക് പോകാനായിട്ട് തയ്യാറാവുകയാണ്. അവിടെയാണ് ആ ഡോക്ടർ പറയുന്നത്, ഓക്കെ ഞാൻ നിന്റെ സഹായത്തിന് വേണ്ടിയിട്ട് ഒരാളെ അവിടേക്ക് എന്തായാലും അയക്കും. കാരണം ഈ ഒരാഴ്ച നിന്റെ കണ്ണ് നല്ലതുപോലെ ശ്രദ്ധിക്കണം. അതിന് ഓക്കെ ആണെന്ന് ചോദിക്കുമ്പോൾ ജൂലി പറയും ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട് ഈ ഹോസ്പിറ്റലിൽ നിന്നുള്ള രണ്ടുപേരെ ജൂലിയെ നേരെ വീട്ടിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ അവിടെ ഇരുത്തുമ്പോഴത്തേക്കാണ് അവളുടെ ബാഗ് എടുക്കുന്ന സമയത്ത് ബാഗ് താഴെ വീഴും. അപ്പോൾ ആ വന്ന രണ്ടുപേർ ചോദിക്കുന്നുണ്ട്, ഇല്ല മാഡം എന്തെങ്കിലും സഹായം വേണമെന്ന് ചോദിക്കുമ്പോൾ ജൂലി പറയും, എന്റെ ബാഗിൽ ഒരു കീ ഉണ്ട്, ആ കീ വെച്ചിട്ട് ഈ വീട്ടിലെ ഏതെങ്കിലും മുറി തുറക്കാൻ കഴിയൂലെന്ന് നോക്കാൻ കഴിയുമെന്ന് ചോദിക്കുമ്പോൾ അവർ രണ്ടുപേരും ആ ഒരു ചാവി ഉണ്ടല്ലോ, നേരത്തെ ആ ഒരു ഹോട്ടലിൽ അപ്പൂവൻ കൊടുത്ത ആ ഒരു ചാവി, അത് വെച്ച് ഈ വീട്ടിലെ ഏതെങ്കിലും റൂമോ അല്ലെങ്കിൽ പെട്ടിയോ എന്തെങ്കിലും തുറക്കാൻ കഴിയുമെന്ന് നോക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും തുറക്കാൻ കഴിയുന്നില്ല. അങ്ങനെ അവർ കീ അവിടെ ചുമരിലായിട്ട് തന്നെ തൂക്കിയിട്ടിട്ട് ശരി മേഡം ഞങ്ങൾ പോവാണെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും അവിടെ നിന്ന് പോവും. പെട്ടെന്നാണ് ഫോൺ റിങ് ചെയ്യുന്നത്. ജൂലിയ ഫോൺ എടുക്കാനായിട്ട് ഫോണിനടുത്തേക്ക് നടന്ന് പോകുമ്പോഴത്തേക്കും ആ ഫോൺ പെട്ടെന്ന് എടുക്കുന്ന സമയത്ത് കൈ തട്ടി നേരെ താഴേക്ക് വീണ് കോൾ എടുക്കാനായിട്ട് കഴിയുന്നില്ല. അപ്പൊ ഈ ഒരു അവസ്ഥ കാരണം ജൂലിയ നല്ലതുപോലെ വിഷമിച്ചിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോഴാണ് വെളിയിൽ ആരോ ബെല്ലടിക്കുന്ന ശബ്ദം കേൾക്കുന്നു. ജൂലിയ നേരെ ഡോറിനടുത്തേക്ക് ഒന്ന് ഡോർ തുറക്കുന്നതും വെളിയിലുള്ളത് ആ ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന ഇവാൻ എന്ന് പറഞ്ഞിട്ട് ഒരുത്തനുണ്ടല്ലോ, ഈ രോഗികളെല്ലാം സഹായിക്കുന്ന ആ ഒരു നേഴ്സ്. അവനാണ്, മേഡം ഞാൻ നിങ്ങളെ വിളിച്ചിരുന്നു, ഫോൺ എടുത്തില്ല, അതുപോലെ വരാനായിട്ട് കുറച്ച് വൈകിപ്പോയി, ട്രാഫിക് ആയിരുന്നു. അപ്പോൾ ജൂലിയ പറയും, ഞാനൊരു സ്ത്രീയാണ് പ്രതീക്ഷിച്ചത്. ഇല്ല മേഡം നിങ്ങൾക്ക് ഡോക്ടറിനെ വിളിക്കാന്നുണ്ടെങ്കിൽ വിളിക്കാം എന്ന് പറഞ്ഞ് അവളുടെ കൈ നോക്കുമ്പോൾ മുറിഞ്ഞിരിക്കുന്നു. ഓക്കെ ഞാൻ അതിന് മരുന്ന് വെച്ച് തരാമെന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കൊണ്ടുവന്ന് അവളുടെ കയ്യിൽ മരുന്ന് വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അവൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ ഫുഡെല്ലാം വെക്കുന്നു. പിന്നെ മരുന്നും കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് വെച്ചിട്ട് വൈകുന്നേരം ആവുന്നതും ഓക്കെ മേഡം എനിക്ക് പോകാനായിട്ട് സമയമായി, ഞാൻ പോയിട്ട് അടുത്ത ദിവസം വരാം, മരുന്നും കാര്യങ്ങളെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്, അതിനു മുന്നേ നിങ്ങളെ ഞാൻ റൂമിലേക്ക് കൊണ്ടു കിടത്താമെന്ന് പറഞ്ഞ് അവളെ പിടിക്കുമ്പോഴത്തേക്ക് അവൾ പറയും, ഇല്ല അതിൻ്റെ ആവശ്യമില്ല ഞാൻ പോയിക്കോളാന്ന് പറഞ്ഞിട്ട് അവൾ നടന്നു പോകുമ്പോഴത്തേക്കും പെട്ടെന്ന് തട്ടി താഴെ വീഴും. അപ്പോൾ ഇവാൻ പെട്ടെന്ന് അവളെ പിടിക്കുന്നുണ്ട്. അപ്പോൾ അവൾ പറയും, ഓക്കെ എന്നെ എന്തായാലും റൂമിലേക്ക് കൊണ്ടാക്കാൻ പറയുന്നതും അവൻ അവളെ നേരെ റൂമിലേക്ക് കൊണ്ട് കിടത്തിയിട്ട് സോറി അവൻ മറ്റൊരു കാര്യം കൂടി കൊടുക്കുന്നുണ്ട്, ഒരു ഡിവൈസ്. അത് അവളുടെ കഴുത്തിൽ തൂക്കിയിട്ടിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ ഒരു ബട്ടണിൽ പ്രസ് ചെയ്തിട്ട് എന്നെ വിളിക്കാൻ കഴിയുമെന്ന് പറഞ്ഞിട്ടാണ് അവൻ പോകുന്നത്. അങ്ങനെ രാത്രി കിടന്ന് അവൾ ഉറങ്ങുന്നതും ഇപ്പോൾ റൂമിന്റെ ഡോറ് ആരോ തുറക്കുന്നത് പോലെ തുറന്നിട്ട് ആരോ ഒരാൾ അകത്തേക്ക് നടന്നു വരുന്നു. പതിയെ വന്ന് പെട്ടെന്ന് നമ്മുടെ ജൂലി അങ്ങ് പിടിച്ചിട്ട് അവളോട് സംസാരിക്കുമ്പോൾ അത് വേറെ ആരുമല്ല, മരിച്ചുപോയ ഐസക്കാണ്. അങ്ങനെ കുറച്ചു നേരം അവളോട് സംസാരിച്ചിരുന്ന് പെട്ടെന്ന് മറ്റൊരു സ്ത്രീ അകത്തേക്ക് കയറി വന്നിട്ട്
നമ്മുടെ ജൂലിയെ പിടിച്ച് ആ ഒരു കട്ടിലേക്ക് ഇടുമ്പോൾ അത് ഐസക്കും സാറയായിരുന്നു. രണ്ടുപേരും അവളെ ഉപദ്രവിക്കുന്നത് പോലെ. കുറച്ച് കഴിയുമ്പോഴാണ് ജൂലിയ കണ്ണു തുറക്കുന്നതും അത് സ്വപ്നമായിരുന്നു. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് അവളെ കണ്ണിലെ ആ ഒരു കെട്ടഴിക്കുന്നില്ല. അങ്ങനെ തന്നെ ഇരിക്കുമ്പോഴത്തേക്കാണ് ഈ വീടിനകത്ത് ആരോ കയറിയതുപോലെ നടക്കുന്ന ആ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. ഇത് മനസ്സിലാക്കുന്നത് ജൂലിയ പെട്ടെന്ന് ആ ഒരു ഡിവൈസിൽ പ്രസ് ചെയ്തിട്ട് ഇവാനെ വിളിക്കും. ഇവാൻ, വീടിനകത്ത് ആരോ കയറിയിട്ടുണ്ട്, അവൻ ആ ഒരു മുറിയിലുണ്ടെന്ന് പറയുമ്പോൾ ഇവാൻ പറയും, മാഡം ഞാൻ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്, പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുമ്പോൾ ജൂലിയ പറയും, അതല്ല, എനിക്ക് എത്രയും പെട്ടെന്ന് താഴേക്ക് ഇറങ്ങണം, അതിനുള്ള കാര്യം പറഞ്ഞു തരാൻ പറയുമ്പോൾ ഇവാൻ പറയും, ശരി ഡോർ തുറക്ക്. എന്നിട്ട് പതിയെ സ്റ്റെപ്പിനടുത്തേക്ക് നടന്നുപോ. ഇത്ര ചൂട് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെപ്പിനടുത്തേക്ക് എത്താന്ന് പറയുന്നത്. ജൂലിയ അവൻ പറയുന്നത് പോലെ തന്നെ ആ ഒരു സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് വരുന്നു. അപ്പോൾ അവൾ പറഞ്ഞതുപോലെ തന്നെ ഈ വീടിനകത്ത് ഒരാൾ കയറിയിട്ടുണ്ട്. അതെന്തായാലും ആ ഒരു കൊലയാളിയായിരിക്കാം. ഇപ്പൊ ജൂലിയെ കാണുന്നതും ഇവാൻ പറയുന്നത് പോലെ തന്നെ ആ ഒരു ചുമരെല്ലാം പിടിച്ച അവസാനം അവൾ ആ ഒരു ഡോറിനടുത്തേക്ക് വരുന്നതും അകത്ത് കയറി ആ ഒരു കൊലയാളി എന്താ അന്വേഷിക്കുന്നറിയോ? അവൾ കൊണ്ടുവന്നിരുന്ന ആ ഒരു കീ ഉണ്ടല്ലോ, അത് ഇപ്പൊ ജൂലി അറിയാതെ ആ ഒരു കീ ആ കൊലയാളി അവളിൽ നിന്ന് എടുത്തോണ്ട് പോകുന്നുണ്ട്. അങ്ങനെ ഈ സംഭവത്തിന് ശേഷം ഇവാൻ അവിടേക്ക് വന്നിട്ട് അവളോട് കാര്യങ്ങളെല്ലാം ചോദിച്ച് ഇപ്പൊ ആ ഒരു കണ്ണിലെ കെട്ടഴിച്ച് മാറ്റുന്നുണ്ട്. എന്നിട്ട് അവളോട് പ്രത്യേകം പറയും, കണ്ണൊരിക്കലും തുറക്കരുത്, ശരിയാവുന്നതുവരെ കണ്ണടച്ചു വെക്കണം എന്നും പറഞ്ഞ് അടുത്ത ഒരു തുണിയെടുത്ത് കെട്ടിക്കൊടുത്തിട്ട്, ഓക്കെ, നിങ്ങളെ എന്തായാലും ഞാൻ പല കാര്യങ്ങളും പഠിപ്പിച്ചു തരാം, ഞാൻ ഇല്ലാന്നുണ്ടെങ്കിലും അത്യാവശ്യം കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെന്നും പറഞ്ഞ് കണ്ണടച്ചിരിക്കുമ്പോൾ തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ള എല്ലാ കാര്യങ്ങളും ഇവാൻ അവൾക്ക് ട്രെയിനിങ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജൂലിയയും അവനോടൊപ്പം തന്നെ അതെല്ലാം ഫോളോ ചെയ്ത് അത്യാവശ്യം നല്ല രീതിയിൽ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു വീട്ടിലെ പല ഭാഗങ്ങളിലോട്ട് പോകാനായിട്ട് അവൾക്ക് വലിയ ബുദ്ധിമുട്ടില്ല. അങ്ങനെ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ജൂലിയ ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് വിളിച്ചിട്ട് ആ ഒരു ഡോക്ടറിനോട് പറയും, ഏയ് എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഇവാൻ ഇവിടെ വന്നിട്ട് എന്നെ നല്ലതുപോലെ നോക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല എന്ന് ആ ഡോക്ടറിനോട് പറഞ്ഞിട്ട് ഇവാൻ ഇപ്പോൾ എന്നത്തെയും പോലെ ജോലി കഴിഞ്ഞ് പോകാനായിട്ട് വരുമ്പോൾ ജൂലിയ പറയും, കുറച്ചു നേരം ഇവിടെ നിന്നൂടെ എന്നും പറഞ്ഞ് അവരോട് സംസാരിക്കണമെന്ന് പറയും. അപ്പോൾ ഇവർ രണ്ടുപേരും സംസാരിക്കാണ്ട് വെളിയിലേക്ക് പോകുമ്പോൾ ഈ വീടിനകത്ത് ഇപ്പോഴും ആ ഒരു കൊലയാളി ഉണ്ടെന്ന് തോന്നുന്നു. കാരണം അവിടെയുള്ള ഒരു പേഴ്സ് പോലെ എന്തോ ഒരു കാര്യം തുറക്കുമ്പോൾ അതിനകത്ത് സിറിഞ്ച്, പിന്നെ പ്രത്യേകതരം മരുന്ന്, ഇതെല്ലാം ഇരിപ്പുണ്ട്. അങ്ങനെ ജൂലിയയും ഇവാനും വെളിയിൽ വന്നിരുന്ന് സംസാരിക്കുകയാണ്. എന്നിട്ട് ജൂലിയ ഐസക്കിനെ പറ്റിയെല്ലാം പറഞ്ഞ് അവളുടെ അവസാനത്തെ ആഗ്രഹം എന്താണെന്നെല്ലാം സംസാരിച്ച് ഇപ്പൊ ഇവാനെ തൊട്ടു നോക്കുമ്പോൾ അവൾക്ക് ഐസക്കിനെ പോലെ ഫീൽ ചെയ്തിട്ട് പെട്ടെന്ന് അവനെ കിസ് ചെയ്യും. അപ്പോൾ അവൻ പറയും, സോറി മാഡം, എന്നെ കൊണ്ട് ഇത് മാത്രം കഴിയത്തില്ല, ഞാൻ എന്തായാലും പോവാണ്, നമുക്ക് പിന്നീട് കാണാമെന്ന് പറഞ്ഞ് അവനൊരു നേഴ്സാണല്ലോ, അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളൊന്നും രോഗികളോട് ചെയ്യാൻ കഴിയത്തില്ല. അതുകൊണ്ട് അവൻ പെട്ടെന്ന് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ജൂലിയ രാത്രിയിലെ മുറിയിൽ കിടന്ന് ഉറങ്ങാണ്. വെളിയിൽ നല്ല മഴയും പെയ്യുന്നുണ്ട്, ഇടിയും മിന്നലൊക്കെ ഉണ്ട്. അതിന്റെ വെളിച്ചം ഇങ്ങനെ അടിക്കുമ്പോഴത്തേക്കും അവൾക്ക് ഫീൽ ആവുന്നത് ആ ഒരു ക്യാമറ ഉപയോഗിച്ചിട്ട് അവളുടെ കണ്ണിലേക്ക് അടിക്കുമല്ലോ, ആ കാര്യമാണ്. പെട്ടെന്ന് അവൾ ഞെട്ടി എഴുന്നേൽക്കും. എന്നിട്ട് എങ്ങനെ മറിഞ്ഞു കിടക്കുമ്പോഴാണ് അവളുടെ പിറകെ തന്നെ ആ ഒരു കൊലയാളി ഉണ്ടായിരുന്നു. അവന്റെ കയ്യിൽ ആ ഒരു സിറിഞ്ച് ഉരുപ്പുണ്ട്, മരുന്നെല്ലാം കയറ്റിയിട്ട് അത് കൊണ്ടുവന്ന് അവളെ കുത്താനായിട്ട് വരുന്നതും അവൾ പെട്ടെന്ന് ചാടിയങ്ങ് എഴുന്നേൽക്കും. എന്നിട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ അവളുടെ പിറകിൽ ആരോ ഉള്ളതുപോലെ ആ സംശയം തോന്നി ഇതുപോലെ തൊട്ടിട്ട് ഒരു ഒറ്റ ഓട്ടം. എന്നിട്ട് അവിടെ നിന്നും പെട്ടെന്ന് ഓടി താഴേക്ക് വരുന്നു. കൊലയാളി പുറകെ തന്നെയുണ്ട്. അങ്ങനെ അവൾ വന്ന് ഡോറും തുറന്ന് വെളിയിലേക്ക് ഓടി വരുമ്പോഴത്തേക്കും നല്ല മഴയുണ്ട്. അപ്പോഴാണ് അടുത്ത വീട്ടിലെ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, അവളുടെ അച്ഛൻ, ഇവരാണ് സാറെ അടക്കം ചെയ്യാൻ നേരത്തെ അവിടേക്ക് ഒന്ന് പൂവെല്ലാം കൊടുത്തത്. ആ അപ്പൂവൻ വന്ന് ജൂലിയെ പിടിച്ചിട്ട്, പേടിക്കണ്ട, ഞാൻ എന്തായാലും ഞങ്ങളുടെ വീട്ടിലേക്ക് നിന്നെ കൊണ്ടുപോകാന്ന് പറഞ്ഞ് ജൂലിയനെ നേരെ അയാളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. പക്ഷെ അവിടെയാണ് മറ്റൊരു കാര്യം, ഇയാൾ വീടിനകത്തേക്ക് കൊണ്ടുവന്നിട്ട് അവളെ തൊടുന്ന രീതി വളരെ മോശമായിട്ടാണ്. അപ്പോഴേക്കും അയാളുടെ മകൾ പെട്ടെന്ന് താഴേക്ക് ഇറങ്ങി വന്ന ഈ ഒരു കാര്യം കാണുമ്പോൾ അയാൾ അവളോട് പറയും, ശരി നീ മുകളിലേക്ക് പോകുന്നു പറഞ്ഞ ആ ഒരു മകളെ മുകളിലേക്ക് പറഞ്ഞു വിടുന്നു. എന്നിട്ട് ജൂലിയുടെ അടുത്തേക്ക് വരുമ്പോൾ ജൂലി പറയും, സാർ നിങ്ങൾ പോലീസിനെ വിളിക്കണമെന്ന് പറയുമ്പോൾ അയാൾ ഫോൺ എടുത്തിട്ട് നമ്പരൊന്നും പ്രസ് ചെയ്യുന്നില്ല, പകരം വെറുതെ എടുത്ത് ചെവിയിൽ വെച്ച്, അയ്യോ പോലീസിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ എന്നും പറഞ്ഞ് ഫോൺ അങ്ങ് തിരിച്ചു വയ്ക്കും. എന്നിട്ട് നിനക്ക് കുടിക്കാനായിട്ട് ഞാൻ എന്തെങ്കിലും കൊണ്ടുവരാമെന്നും പറഞ്ഞ് അയാൾ അകത്തേക്ക് കയറി പോകുന്നു. അവിടെയാണ് ഒരു ഒന്നൊന്നര ടെസ്റ്റ്. സാറയുടെ വീട്ടിൽ നിന്നെടുത്ത ആ ഒരു കീയില് ഒരു മണി ഉണ്ടായിരുന്നല്ലോ, അത് ഇയാളുടെ വീട്ടിൽ കിടക്കുന്നു. അപ്പൊ ഈ ശബ്ദം കേൾക്കുമ്പോൾ സാറ പതിയെ അവിടേക്ക് വന്ന് ആ ഒരു കീ അങ്ങ് എടുക്കും, എന്നിട്ട് പോക്കറ്റിൽ വയ്ക്കും. അതേപോലെ തന്നെ ഫോൺ എടുത്ത് ചെവിയിൽ വെച്ച് നോക്കുമ്പോൾ ഫോൺ വർക്കാവുന്നില്ല. കുറച്ച് കഴിയുമ്പോഴത്തേക്കും അയാൾ തിരിച്ചു വന്നിട്ട് സാറയുടെ പുറകിലേക്ക് വന്ന് പിടിച്ച് ഫോണ് വർക്കാവുന്നില്ല എന്നും പറഞ്ഞ് അവളെ ഒരു മോശപ്പെട്ട രീതിയിൽ തന്നെ അവളുടെ ശരീരത്തിലൊക്കെ പിടിച്ചിട്ട് അവളെ പതിയെ അവിടേക്ക് കൊണ്ടിരുത്തും. എന്നിട്ട് അയാൾ വീണ്ടും കിച്ചണിനകത്തേക്ക് കയറി പോകുമ്പോൾ ജൂലിക്ക് എന്തോ മനസ്സിലായി ഇത് ശരിയല്ലാന്ന്. അതുകൊണ്ട് അവൾ ഡോർ തുറന്ന് പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങും. വീണ്ടും ആ ഒരു മഴയിലൂടെ ഈ വീടിന്റെ വേറെ ഏതൊരു ഭാഗത്ത് പോയിട്ട് ഒളിച്ചിരിക്കും. കുറച്ചു കഴിയുമ്പോഴാണ് അയാൾ പിന്നെയും അവിടേക്ക് വരുന്നു. ഹേയ് ജൂലിയ, നീ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നേ എന്നും പറഞ്ഞ് അവളെ പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ കറക്റ്റ് സമയത്ത് അവിടേക്ക് ഇവാൻ വരുന്നതും ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം ഇവാനോട് മറ്റേ ഡിവൈസിലൂടെ പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഇവാൻ വന്നത്. അങ്ങനെ അവളെ പിടിച്ച് നേരെ റൂമിനകത്തേക്ക് കൊണ്ടുപോകും. സോറി, അവളുടെ വീട്ടിലേക്കല്ല, ഇവാൻ താമസിക്കുന്ന സ്ഥലത്തേക്കാണ് അവളെ കൊണ്ടുപോകുന്നത്. അവിടെ ചെന്നിട്ട് അവൾ പോലീസിനെ വിളിക്കാൻ പറയുമ്പോൾ അവൻ ഫോൺ എടുത്ത് സ്റ്റേഷനിലേക്ക് വിളിക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു പോലീസുകാരൻ സ്റ്റേഷനിൽ നിന്ന് വീട്ടിലേക്ക് പോയി. അതുകൊണ്ട് അയാളെ ഇപ്പോൾ എന്തായാലും വിളിക്കാൻ കഴിയത്തില്ല എന്ന് പറയും. എന്നിട്ട് ഇവാൻ പറയും, ജൂലിയ നീ എന്തുകൊണ്ട് പേടിക്കണ്ട,
നമുക്ക് രാവിലെ ഇവിടെ നിന്ന് പോവാം, ഇവിടെ നിനക്ക് ഒരു കുഴപ്പം ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ജൂലിയ അവിടെ തന്നെ ഇരിക്കുമ്പോഴത്തേക്കാണ് ഈ വീടിനകത്തുള്ള ഒരു ജനാല തുറക്കുന്ന ശബ്ദം അവൾ കേൾക്കുന്നത്. അപ്പോൾ ജൂലിയ വിട്ടുന്ന ഇവാനെ വിളിക്കുമ്പോൾ ഇവാന്റെ അനക്കമൊന്നും കേൾക്കുന്നില്ല. അങ്ങനെ ജൂലിയ ഒരു ജനാല തുറന്ന ശബ്ദം ഉണ്ടല്ലോ, അത് കേൾക്കുന്ന ആ ഭാഗത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ ജനാല തുറന്നിട്ടുണ്ട്. ശരി തന്നെയാണ്. അവൾ ആ ഒരു ജനാല അടയ്ക്കുന്നതും പെട്ടെന്ന് ആരോ ഒരാൾ വന്ന് അവളെ പിടിക്കുമ്പോൾ അവളങ്ങ് പേടിച്ചു പോകും. അപ്പോഴാണ് അവൾ പറയുന്നത്, ഹേയ് ഇത് ഞാനാണ് ലിയ എന്ന് പറയുമ്പോൾ അതൊരു പെണ്ണായിരുന്നു, വേറെ ആരുമല്ല. സാറയുടെ സുഹൃത്തായിട്ടുള്ള ഒരു പെണ്ണുണ്ടെന്ന് പറഞ്ഞല്ലോ, നമ്മുടെ ജൂലിയനെ ഇപ്പോൾ ഒരാൾ വിളിച്ചുകൊണ്ട് പോയിട്ട് മോശമായിട്ട് പെരുമാറി അയാളുടെ മകള്, ആ പെൺകുട്ടിയാണ്. ഇപ്പോൾ ജൂലിയെ പേടിച്ചിട്ട് പുറകിലേക്ക് പോകുമ്പോഴത്തേക്കും ലിയ എന്ന് പറഞ്ഞ ഒരു പെണ്ണ് പറയുന്നത് എന്താണെന്നറിയോ, എനിക്കറിയാം നീ ഇപ്പോൾ എൻ്റെ അച്ഛനെ സംശയിച്ചിട്ടുണ്ട്, എൻ്റെ അച്ഛൻ നിന്നോട് വളരെ മോശമായിട്ട് പെരുമാറി, അതുകൊണ്ട് ഇതെല്ലാം ചെയ്ത് എൻ്റെ അച്ഛനാണെന്ന് നീ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല, എൻ്റെ അച്ഛൻ പെണ്ണുങ്ങളോട് ഇതുപോലെ മോശമായിട്ട് പെരുമാറും. സാറേയും അച്ഛൻ അങ്ങനെ തന്നെയാണ് കണ്ടത്. പക്ഷെ ഒരിക്കലും അവളെ കൊന്നത് എൻ്റെ അച്ഛനല്ല, അതൊരു രാക്ഷസനാണ്. അവൻ ഇരുട്ടിലാണ് കഴിയുന്നത്. സാറയോടൊപ്പവും അവനുണ്ടായിരുന്നു, ഇപ്പോൾ നിന്നോടൊപ്പവും അവനുണ്ട്. നീ രാത്രിയിൽ കാണുന്നൊരു സ്വപ്നമില്ലേ, നിന്റെ കെട്ടുകൾ അഴിച്ചിട്ട് കണ്ണിലെന്തോ സൂചി കൊണ്ട് കുത്തുന്നത് പോലെ, അതെല്ലാം ചെയ്യുന്നത് അവനാണ്, അതൊരിക്കലും സ്വപ്നമല്ല എന്ന് പറയുമ്പോൾ ജൂലി എപ്പോഴും പേടിച്ച് നിൽക്കുമ്പോഴത്തേക്കാണ് ലിയ എന്ന് പറഞ്ഞ ഈ പെണ്ണ് പറയുന്നത്, നിന്നെ ഇപ്പോൾ സഹായിക്കുന്ന ഒരുത്തനില്ലേ, അവനാണ് ആ ഒരു രാക്ഷസൻ, അവനൊരിക്കലും ഹോസ്പിറ്റലിൽ നിന്ന് വന്നതല്ല എന്ന് പറയുമ്പോൾ ജൂലിയെ വിശ്വസിക്കാതെ അടുത്തുള്ള മുറി തുറന്ന് ഡോർ അടയ്ക്കുമ്പോഴത്തേക്കും ലിയ അപ്പോഴും അകത്തേക്ക് വന്നിട്ട് അവളോട് പറയുന്നുണ്ട്, ജൂലിയ ഞാൻ പറയുന്നത് സത്യമാണ്, നിന്റെ വീട്ടിൽ നിന്ന് ആ ഒരു കീ മോഷ്ടിച്ചത് ഞാനാണ്, നിനക്ക് വിശ്വാസം വരാൻ വേണ്ടി. അതുമല്ല ഐസക്ക് സ്വയം മരിച്ചെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? അവൻ നിന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. അങ്ങനെയുള്ള ഐസക്ക് ഒരിക്കലും മരിക്കത്തില്ല, അതിന് കാരണവും ആ രാക്ഷസനാണെന്ന് പറയുമ്പോൾ ജൂലിയ പറയും, പക്ഷെ അവൻ എഴുതിയ ആ ഒരു കത്ത് അത് ഐസക്കിനെ കൊണ്ട് അവൻ എഴുതിച്ചതാണ്. നിനക്ക് വിശ്വാസം ഇല്ലെങ്കിലേ നിന്റെ കണ്ണിലെ കെട്ടഴിച്ച് മാറ്റിയിട്ട് നീ ഈ ചുമരിലേക്ക് നോക്ക്, നിന്റെയും സാറയുടെയും ചിത്രങ്ങള് അവൻ ഈ ഒരു ചുമരിൽ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അവളെ ഇത്രയും നേരം സഹായിച്ച ഇവാൻ എന്ന് പറഞ്ഞ അവൻ തന്നെയായിരുന്നു കൊലയാളി എന്നാണ് ഈ പെണ്ണ് പറയുന്നത്. നമുക്ക് ഇപ്പോഴും അറിയത്തില്ല. എന്നിട്ട് ജൂലിയനെ വിളിച്ച് ലിയ അടുത്തുള്ള ആ ഒരു ഡോറിനടുത്തേക്ക് കൊണ്ടുവന്ന്, നിന്റെ കയ്യിലുള്ള ആ ഒരു കീ ഇപ്പൊ നീ ഉപയോഗിച്ച് നോക്ക്, ഇത് തുറക്കുന്നുണ്ടോ ഇല്ലേന്നറിയാം എന്ന് പറയുമ്പോഴത്തേക്കും ജൂലിയുടെ കയ്യിൽ ആ ഒരു കീ കാണുന്നില്ല. അപ്പോൾ ജൂലി പറയും, ഇല്ല, നിന്റെ അച്ഛനെ രക്ഷിക്കാൻ വേണ്ടി നീ വെറുതെ എന്നോട് കള്ളം പറയല്ലേ എന്ന് ചോദിക്കുമ്പോൾ അകത്തേക്ക് ഇവാൻ കയറി വരുന്നതും ലിയ പെട്ടെന്ന് മറ്റൊരിടത്തേക്ക് ഒളിച്ചിട്ട്, ജൂലിയ ഞാൻ ഇവിടെ ഉണ്ടെന്ന് ഒരിക്കലും അവനോട് പറയരുതെന്ന് പറഞ്ഞ് അവൾ ഒളിച്ചിരിക്കും. അങ്ങനെ ഇവാൻ അവിടേക്ക് എന്തോ കൊണ്ടുവന്ന് അവിടെ വെച്ചിട്ട്, അല്ല ജൂലിയ നീ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ജൂലിയ പറയും, ഇല്ല എന്റെ കയ്യിലുള്ള ആ ഒരു കീ എവിടെ നഷ്ടപ്പെട്ടു, അത് നീ എടുത്തോന്ന് ചോദിക്കുമ്പോൾ അവൻ കുറച്ചു നേരം ഒന്നും മിണ്ടാതെ അങ്ങനെ പിറകിലേക്ക് പോയിട്ട് താഴെ നിന്ന് ആ ഒരു കീ എടുക്കുന്നത് പോലെ, ദേ ഇവിടെ കിടപ്പുണ്ടെന്നും പറഞ്ഞ് എടുത്ത് കയ്യിൽ വെക്കുമ്പോൾ ജൂലിയ പറയും, ശരി അതിങ്ങ് തരാൻ പറയുമ്പോൾ അവൻ ഒരിക്കലും കൊടുക്കത്തില്ല, ഇത് ഞാൻ തന്നെ വെച്ചേക്കാം പിന്നീട് തരാമെന്ന് പറഞ്ഞ് അവൻ പോക്കറ്റിലിടും. എന്നിട്ട് ജൂലിയെ ഒരിടത്തേക്ക് കൊണ്ടിരുത്തി, നിനക്ക് ഞാൻ കുടിക്കാനായിട്ട് കോഫി ഇട്ടുകൊണ്ട് വരാം, നീ ഇവിടെ തന്നെ ഇരിക്കെന്നും പറഞ്ഞ് അവൻ കിച്ചണിലേക്ക് നടന്നു പോകുമ്പോൾ പെട്ടെന്ന് ലിയ ഓടി അവളുടെ അടുത്തേക്ക് വന്നിട്ട്, ജൂലിയ അവൻ നിന്നോട് കള്ളം പറഞ്ഞതാണ്, ആ കീ അവന്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു, ഞാനത് കണ്ടതാണ്, നീ ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കരുത്, നമുക്ക് ഈ ജനാല തുറന്ന് അതുവഴി തന്നെ താഴേക്ക് പോവാ, നീ നിന്റെ കണ്ണിൽ കെട്ടഴിക്കാൻ പറയുമ്പോൾ അവൾ പറയും, ഇല്ല ഇത് അഴിക്കാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോൾ ഓക്കെ ശരി എന്ന് പറഞ്ഞിട്ട് ജൂലിയെ വിളിച്ച് അങ്ങനെ മറ്റൊരു മുറിയിലേക്ക് ഓടി പോകുമ്പോഴത്തേക്കാണ് ഇവാൻ പെട്ടെന്ന് തിരിഞ്ഞു വന്നിട്ട്, ഹേയ് ജൂലിയ നീ എവിടേക്ക് പോകുന്നു? അപ്പോൾ ജൂലിയ പറയും, ഇല്ല 2 ടീസ്പൂൺ പഞ്ചസാര വേണം എന്ന് പറയുന്നതും അവൻ വീണ്ടും കിച്ചണകത്തേക്ക് കയറിപ്പോവും. അപ്പോൾ ലിയ വന്ന് ജൂലിയോട് പറയും, ജൂലിയ എന്തായാലും നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോവാം, നീ ബാത്റൂമിൽ കയറിയിട്ട് എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും, ഞാൻ കീ എടുത്തിട്ട് നിന്റെ അടുത്തേക്ക് വരാമെന്ന് പറഞ്ഞ് ലിയ അവിടെ നിന്ന് ഒളിച്ചിരിക്കുന്നതും ഇപ്പോൾ ഈ വാൻ കോഫിയും കൊണ്ട് നേരെ ജൂലിയുടെ അടുത്തേക്ക് വരും. എന്നിട്ട് അവളുടെ കയ്യിൽ ആ ഒരു കോഫി കൊടുത്ത് അവളെയും കൊണ്ട് നേരെ ടേബിളിനടുത്തേക്ക് നടന്നു പോവാണ്. ഇതേ സമയം ലിയ ആണെങ്കിലോ ആ കത്തിയും കൊണ്ട് ഒരിടത്ത് ഒളിച്ചു നിൽക്കുന്നു. അപ്പോഴാണ് ജൂലിയ പറയുന്നത്, എനിക്ക് ബാത്റൂമിൽ പോകണമെന്ന്. അങ്ങനെ അവൻ ജൂലിയെ ബാത്റൂമിനകത്തേക്ക് ആക്കിയിട്ട് അവൻ വെളിയിൽ നിൽക്കുമ്പോൾ ജൂലി അകത്തേക്ക് വന്ന ആ ഒരു കണ്ണിന്റെ കെട്ടഴിക്കണോ ഇല്ലയോ എന്ന് അവൾക്ക് അറിയത്തില്ല, നല്ല പേടിയുണ്ട് എന്തെങ്കിലും സംഭവിക്കോ ഇല്ലയെന്ന്. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് വെളിയിൽ ലിയ നടക്കുന്ന ആ ഒരു ശബ്ദം കേട്ടിട്ട് ഇവാൻ പെട്ടെന്ന് വന്ന്, ഹേയ് ജൂലിയ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ഒരു ശബ്ദം കേട്ടെന്ന് ചോദിക്കുമ്പോൾ ജൂലിയ പറയും, ഞാനൊന്നും കേട്ടില്ലല്ലോ, ഇപ്പൊ തന്നെ വരാമെന്നും പറഞ്ഞ്. ഇപ്പോൾ ലിയ പറയുന്നത് വിശ്വസിക്കണോ ഇല്ലയോ ഒന്നും അറിയത്തില്ല. അതുകൊണ്ട് എന്തായാലും ഈ ഒരു കെട്ടഴിക്കാൻ തന്നെ ജൂലിയ തീരുമാനിക്കും. കാരണം ഒരാഴ്ചയാവാനായിട്ട് ഇനി 4 ദിവസം കൂടി ബാക്കിയുണ്ട്. അതുകൊണ്ട് വേറെ വഴിയില്ലാതെ ജൂലിയ പറയും, ഞാൻ ഇപ്പൊ തന്നെ പുറത്തേക്ക് വരാമെന്നും പറഞ്ഞ് അവള് കണ്ണിലെ കെട്ടഴിച്ചിട്ട് നേരെ കണ്ണാടിയിലേക്ക് മുന്നിൽ വരുമ്പോഴാണ് വേറൊന്നുമല്ല, ജൂലിയക്ക് നല്ല ക്ലിയർ ആയിട്ട് എല്ലാം കാണാൻ കഴിയും, ഒരു കുഴപ്പമില്ല. എന്നിട്ട് അവള് ഡോർ തുറന്ന് നേരെ വെളിയിലേക്ക് ഇറങ്ങി അടുത്തുള്ള ആ ഒരു ഹാളിലേക്ക് വരുമ്പോ ആഹാ അടുത്ത ടെസ്റ്റ്, ആ ചുമരിൽ മുഴുവനായിട്ടും ഇവരുടെ 2 പേരുടെ ഫോട്ടോ ആ കൊലയാളി ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അത് ഇവാൻ, അതുപോലെ ആ ക്യാമറ എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. അപ്പൊ ഇവൻ തന്നെയാണ് സാറയെ കൊന്ന ആ ഒരു കൊലയാളി. ഇത് മനസ്സിലാക്കിയിട്ട് അവളിപ്പോ ലിയ എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണിനെ അന്വേഷിച്ച് മറ്റൊരു മുറിയുടെ അടുത്തേക്ക് വരികയാണ്. അങ്ങനെ നടന്നു വരുമ്പോഴത്തേക്കും ലിയയുടെ വായിലൂടെ കത്തി ഇറക്കി അവളെ കൊന്നു വെച്ചേക്കുന്നു. ഇത് കണ്ട ജൂലിയ പേടിച്ച് അവിടെ ഇരുന്ന് കരയുമ്പോഴത്തേക്കും ഇവാൻ പെട്ടെന്ന് അവിടേക്ക് വരും.
ഇപ്പോഴാണ് അവന്റെ മുഖം നമുക്ക് വ്യക്തമായിട്ട് കാണിച്ചു തരുന്നത്. എന്നിട്ട് എന്ത് പറ്റി ജൂലിയ എന്ന് ചോദിക്കുമ്പോൾ ഇതിനകത്തേക്ക് ഒരു പെണ്ണ് വന്നു, അവൾ എന്നോട് പല കാര്യങ്ങളും പറഞ്ഞു. ഞാൻ നല്ലതുപോലെ പേടിച്ചു പോയി, അവൾ എന്റെ കെട്ടഴിക്കാനൊക്കെ ശ്രമിച്ചു എന്ന് ജൂലിയ കള്ളം പറയും. അപ്പോൾ ഇവാൻ പെട്ടെന്ന് താഴേക്ക് വന്നിരുന്നിട്ട് ജൂലിയ നിനക്ക് എന്തെങ്കിലും കാണാൻ കഴിയുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ജൂലിയക്ക് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷെ അവൾ പറയും ഇല്ല, എനിക്കൊന്നും കാണാൻ കഴിയുന്നില്ല, എനിക്ക് നല്ല പേടിയാവുന്നുണ്ടെന്ന് പറയുമ്പോൾ ഇവാൻ അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് നിനക്ക് സത്യമായിട്ടൊന്നും കാണാൻ കഴിയുന്നില്ല എന്ന് ചോദിച്ച് ആ കത്തിയെടുത്ത് അവളുടെ കണ്ണിലേക്ക് കുത്താനായിട്ട് വരികയാണ്. അപ്പോഴും ജൂലിയ പേടിക്കാതെ അങ്ങനെ തന്നെ നോക്കിയിരിക്കുന്നതും ഇവാൻ വിചാരിക്കും ഓക്കെ ഇവൾക്ക് എന്തായാലും കാണാൻ കഴിയത്തില്ല എന്ന് വിചാരിച്ച് ഇപ്പൊ ജൂലിയോട് പറയും ആ പെൺകുട്ടി അവളുടെ അച്ഛനെ സംരക്ഷിക്കാൻ വേണ്ടി നിന്നോട് കള്ളം പറഞ്ഞതാണ്, സത്യത്തില് അവളുടെ അച്ഛനാണ് ഇതെല്ലാം ചെയ്തത് എന്ന് പറയുമ്പോൾ ജൂലിയ പറയും ശരി, എന്നെ നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും, എനിക്ക് എന്റെ കണ്ണിന് എന്തെങ്കിലും സംഭവിച്ചോ ഇല്ലെന്ന് അറിയണം, അതുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പറയുമ്പോൾ ഇവാൻ പറയും നമുക്ക് ഡോക്ടറിനെ വിളിച്ചാൽ മതിയോ എന്നും പറഞ്ഞിട്ട് അവൻ ഫോൺ എടുത്ത് വെറുതെ ചെവിയിലേക്ക് വെച്ച് ഒന്നും സംസാരിക്കത്തില്ല. എന്നിട്ട് ആ അങ്ങനെയാണോ എന്നെല്ലാം പറഞ്ഞ് ജൂലിയ ഞാൻ ഡോക്ടറിനോട് സംസാരിച്ചു, വേറെ കുഴപ്പമൊന്നുമില്ല, കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് ചെന്നാൽ മതി എന്നാ പറഞ്ഞത് എന്ന് കള്ളം പറയുമ്പോഴത്തേക്കും നമ്മുടെ ജൂലിയക്ക് ഇതെല്ലാം മനസ്സിലായിട്ടിരിക്കുകയാണ്. പക്ഷെ അവൾ അറിയാത്തതുപോലെയാണ് അവനോട് അഭിനയിക്കുന്നത്. എന്നിട്ട് അവൻ നേരെ ഹാളിലേക്ക് പോയിട്ട് ആ കീ ഉപയോഗിച്ച് ഈ റൂം ഉണ്ടല്ലോ അതങ്ങ് ലോക്ക് ചെയ്യും. ലോക്ക് ചെയ്യുമ്പോഴത്തേക്കാണ് ഇവിടെ നമ്മുടെ ജൂലിയ അവൾ കത്തി എന്തോ ഇങ്ങനെ അന്വേഷിക്കാണ്. നോക്കുമ്പോഴത്തേക്കും കിട്ടുന്നില്ല. ഈ സമയം കൊണ്ട് ഇവാൻ തിരിച്ച് അവളുടെ അടുത്തേക്ക് വന്നിട്ട് ഹേയ് ജൂലിയ നീ എന്താ ചെയ്യുന്നേ ചോദിക്കുമ്പോൾ അവൾ പറയും ഇല്ല, കോഫി ഒരുപാട് ചൂടായി അതുകൊണ്ടാണെന്ന് പറയുമ്പോൾ ഇതെല്ലാം ഞാൻ നോക്കിക്കോളാം, നീ അവിടെ ഇരിക്കാൻ പറഞ്ഞിട്ട് അവളെ അവിടെ ഇരുത്തി ഈ കുടിക്കാനുള്ള കോഫി ഉണ്ടല്ലോ അതിലൊന്നില് എന്തോ ഒരു മരുന്നിടുന്നുണ്ട്. ഇതും ജൂലിയെ കാണും. എന്നിട്ട് അത് കൊണ്ടുവന്ന് അവളുടെ മുന്നിലേക്ക് വെച്ച് ഇപ്പൊ കുടിക്കാൻ പറയുമ്പോൾ ജൂലിയെ കൊണ്ട് എന്തായാലും അത് കുടിക്കാൻ കഴിയുന്നില്ല, കുടിച്ചു കഴിഞ്ഞാൽ അവൾക്ക് എന്തായാലും പണിയാവുമെന്നറിയാം. അപ്പൊ അവൾ കുടിക്കാതെ കുറച്ചു നേരം ആ ഒരു കോഫി എടുത്ത് കയ്യിൽ വെച്ചിട്ട് ഇവാനോട് ചോദിക്കും അല്ല ഇവാൻ നീ എന്തിനാ ഇതെല്ലാം ചെയ്യുന്നേ, എന്നോട് ഇത്ര ശ്രദ്ധ കാട്ടുന്നത്, എന്നെ നല്ലതുപോലെ നോക്കുന്നത് എന്തുകൊണ്ടാന്ന് ചോദിക്കുമ്പോൾ ഇവിടെയാണ് ഇവാൻ പറയുന്നത് നീ അന്ന് എന്നെ ഉമ്മ വെച്ചല്ലേ, അതെനിക്ക് ആദ്യം ഒരിക്കലും നല്ലതായിട്ട് തോന്നിയിരുന്നില്ല, പക്ഷെ ഇപ്പോൾ എന്തോ എനിക്ക് നിന്നോടൊരു ഇഷ്ടം തോന്നുന്നു, എനിക്ക് നിന്നോടൊപ്പം ജീവിക്കണമെന്നുണ്ട്, നിന്നെ നോക്കണമെന്നുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും ജൂലിയ ആ കോഫി കുടിച്ചിട്ട് ശരി കുറച്ച് പഞ്ചസാര കൊണ്ടുവരാൻ കഴിയൂ. അപ്പോൾ അവൻ പറയും ശരി ഞാനിപ്പോൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് എഴുന്നേറ്റ് മാറുന്നതും ജൂലിയ ഈ ഒരു കോഫി കപ്പുകളുണ്ടല്ലോ അത് പരസ്പരം മാറ്റും. എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ അതും വെച്ചിരിക്കുമ്പോൾ ഇവാൻ ഇപ്പോൾ പഞ്ചസാരയും കൊണ്ട് തിരിച്ചു വന്നിട്ട് അവന്റെ കോഫി കപ്പിൽ നോക്കുമ്പോഴാണ് അതിൽ കോഫി കുറവാണ്. അതിലൂടെ തന്നെ അവന് മനസ്സിലായി ഇവള് കോഫി മാറ്റിയിട്ടുണ്ടെന്ന്. അപ്പോൾ അവന് വീണ്ടും സംശയം ഇവൾക്കിനി ശരിക്കും കണ്ണു കാണാൻ കഴിയുമില്ലെന്ന്. എന്നിട്ട് ഇവാൻ പറയും ശരി ജൂലിയ എനിക്ക് നിന്റെ സഹായം വേണം, ഒന്ന് ഫ്രീസറിന്റെ അടുത്തേക്ക് വരാൻ കഴിയൂ. അല്ല ഞാനെന്തിനാ, ബാ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നും പറഞ്ഞ് അവളെ നേരെ ഫ്രീസറിന്റെ അടുത്തേക്ക് കൊണ്ടുപോവാണ്, അത് നല്ല വേഗതയില്. അപ്പൊ ജൂലിയ ഇതുപോലെ കണ്ണ് കാണാത്തതുപോലെ തന്നെ അഭിനയിച്ച് ആ ഒരു ഫ്രീസറിന്റെ അടുത്തേക്ക് വരുമ്പോൾ അവൻ പറയും ശരി അത് തുറന്നൊരു സാധനം എടുക്ക് എന്ന് പറയുന്നതും ജൂലിയ ഫ്രീസർ തുറന്ന് നോക്കുന്നതും അടുത്ത ടെസ്റ്റ് എന്താന്നല്ലേ അതിനകത്ത് ഇവാൻ എന്ന് പറഞ്ഞ ഒരു നേഴ്സ് മരിച്ചു കിടക്കുന്നു. അപ്പൊ ഈ കൊലയാളിയല്ല യഥാർത്ഥ ഇവാൻ, ആ നേഴ്സിനെ എപ്പോഴേ കൊന്നു. എന്നിട്ട് അവന്റെ പേരിൽ ഇവൻ അവിടെ വരുമായിരുന്നു. ഇത് കണ്ട് ജൂലിയെ പേടിക്കുമ്പോഴത്തേക്കും അവന് മനസ്സിലായി അവൾക്ക് കണ്ണ് കാണാൻ കഴിയുമെന്ന്, അതിനു വേണ്ടിയിട്ടാണ് ഇവിടേക്ക് കൊണ്ടുവന്നത്. അപ്പോഴും ജൂലിയ ഒന്നും അറിയാത്തതുപോലെ കണ്ണ് കാണാത്തതുപോലെ തന്നെ നിൽക്കുമ്പോൾ അവൻ അങ്ങനെ തന്നെ അവളെ ദേഷ്യം നോക്കുന്നതും അവൾ പതിയെ അവന്റെ മുന്നിലൂടെ വന്നിട്ട് ഒരൊറ്റ ഓട്ടം അങ്ങനെ ഓടി വന്നിട്ട് ഫോൺ എടുക്കാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും കൊലയാളിയെ ഒന്ന് അവളെ പിടിച്ചിട്ട് ഒരിടത്തേക്ക് മാറ്റി നിർത്തി. ഓ അപ്പൊ നിനക്ക് പേടി എന്താണെന്ന് അറിയത്തില്ലല്ലേ, എന്താണെന്ന് ഞാൻ കാണിച്ചുതരാം, ദേ എന്നെ നോക്ക്, ഞാൻ ആരുടെയും മുഖത്ത് നോക്കാറില്ല, എപ്പോഴും ഇരുട്ടിലാണ് ഞാൻ ജീവിക്കുന്നത്, അതുകൊണ്ട് ഇരുട്ടുള്ള ലോകത്ത് എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് നിനക്കറിയത്തില്ല, അത് ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരും, അങ്ങനെയുള്ള ലോകത്ത് നിന്നെ ഞാൻ നോക്കും, അവരോടൊപ്പം ജീവിക്കാനാണ് എനിക്ക് താല്പര്യം, അതുകൊണ്ടാണ് സാറയോടൊപ്പം ഞാൻ നിന്നത് എന്നും പറഞ്ഞ് ജൂലിയുടെ കണ്ണിലേക്ക് ആ ഒരു തുണിയെടുത്ത് പിന്നെയും വെക്കുന്നു. അപ്പോൾ അവൾക്ക് വീണ്ടും ഇരുട്ടായി. കുറച്ച് കഴിഞ്ഞിട്ട് ഒരു കാറിലിരുന്ന് അവൻ അവളുടെ കണ്ണിലേക്ക് കെട്ടടിച്ച് മാറ്റുമ്പോഴത്തേക്കും അവളുടെ കാഴ്ചയുണ്ടല്ലോ വീണ്ടും പഴയ അവസ്ഥയിലേക്കായി. എന്താണെന്ന് വെച്ചാൽ ആ ഒരു മങ്ങിയ കാഴ്ച, എന്താണെന്ന് വെച്ചാൽ അവളുടെ കാഴ്ച ഇപ്പോൾ നഷ്ടപ്പെടുത്തുന്നത് ഇവൻ തന്നെയാണ്. എന്തിനാണെന്നറിയോ, ഇവൻ അവളോടൊപ്പം അങ്ങനെ ജീവിക്കണം, എന്നിട്ട് അവളെ ഈ കാഴ്ചയില്ലാത്തവരെ കൊണ്ടു നടന്ന് സ്നേഹിക്കുമല്ലോ അതുപോലെ അവൻ അവളെ അതുപോലെ സ്നേഹിക്കണം. അങ്ങനെയുള്ളൊരു അൾട്രാ പ്രോമാക്സ് സൈക്കോ ആണ് ഇവൻ. ഇവനോ ഇരുട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ ഒളിച്ചു ജീവിക്കുന്ന ഒരുത്തൻ. അതുകൊണ്ട് അവന് തുണയായിട്ട് ഒരു പെണ്ണും അതുപോലെ തന്നെ വേണമെന്ന് പറഞ്ഞിട്ടാണ് സാറയുടെ പിറകിൽ ഇവൻ നടന്നത്. അങ്ങനെ ഇവിടേക്ക് കൊണ്ടുവന്നിട്ട് അവളെ കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറയും. എന്നിട്ട് അവൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ജൂലി എന്താ ചെയ്യുന്ന വെച്ചാൽ കാറിന്റെ ഡോർ രണ്ട് ലോക്ക് ചെയ്തങ്ങ് വയ്ക്കും. അതുകൊണ്ട് അപ്പോൾ ഡോർ തുറക്കാൻ കഴിയത്തില്ല. അങ്ങനെ അവ ഒരുപാട് പറയുന്നുണ്ട് ഡോർ തുറക്കാനായിട്ട്. പക്ഷേ ജൂലി എന്താ ചെയ്യുന്നറിയോ, ആ കാർ നല്ല വേഗതയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അവിടെ നിന്ന് മറ്റൊരിടത്തേക്ക് ഓടിച്ചുകൊണ്ട് പോകും. കുറേ ദൂരം ഓടി വന്നിട്ട് ഇപ്പോൾ കണ്ണ് കാണാൻ കഴിയാത്ത ഒരു ഇരട്ടത്തേക്ക് കൊണ്ട് ഇടിച്ചങ്ങ് നിർത്തും. എന്നിട്ട് കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അവൾ മറ്റൊരു വശത്തേക്ക് തന്നെ ഓടിപ്പോവാണ്. ഇവനും പുറകെ തന്നെ വരുന്നുണ്ട്, പക്ഷെ കുറച്ച് പുറകിലായിപ്പോയി.
അങ്ങനെ ജൂലിയ അവസാനം ആ കാറിൽ നിന്നിറങ്ങി അടുത്തേക്ക് ഓടി വരുമ്പോഴത്തേക്കും സാറയുടെ വീടുണ്ടല്ലോ, ആ ഒരു തെരുവിലേക്കാണ് അവൾ വന്നിട്ടുള്ളത്. അതുമല്ല, അടുത്തുള്ള ആ ഒരു മതിലിലെ കയറ് കിട്ടിയത് കാണുമ്പോഴത്തേക്കും എന്തായാലും ഇതാ ഒരു അമ്മൂമ്മയുടെ വീട്ടിലേക്കുള്ള വഴിയാണെന്ന് മനസ്സിലാക്കി ജൂലിയ അതുവഴി ഓടി ഈ അമ്മൂമ്മയുടെ വീടിനകത്തേക്ക് കയറും. അപ്പൊ അമ്മൂമ്മ പെട്ടെന്ന് വെളിയിലേക്ക് വന്നിട്ട് ആരാത്, എന്താ ഇവിടെ ശബ്ദം എന്ന് കേൾക്കുമ്പോൾ ജൂലിയ പറയും, ദേ ആ കൊലയാളി എൻ്റെ പിറകിൽ തന്നെയുണ്ട്, ഡോറങ്ങ് അടയ്ക്കാൻ പറഞ്ഞിട്ട് ഇപ്പോൾ ഡോറും അടച്ച്. പെട്ടെന്ന് പോലീസിനെ വിളിക്കാൻ പറയും. അപ്പോൾ ജൂലിയുടെ പിറകിൽ ഫോണും കൊണ്ട് ആ ഒരു അമ്മൂമ്മ നിൽക്കുന്നു. ഇപ്പോൾ ഡോർ തുറന്നകത്തേക്ക് ആ കൊലയാളിയും വരുന്നുണ്ട്. അപ്പോൾ ജൂലിയ പറയും, നിങ്ങൾ പോലീസിനെ വിളിച്ചോ, ഇതാണ് ആ കൊലയാളി, അവൻ എൻ്റെ മുന്നിൽ തന്നെ നിൽപ്പുണ്ട്, അവനിപ്പോൾ അടുത്തേക്ക് വരുവാണെന്ന് പറയുമ്പോൾ ഇപ്പോൾ മൂവി അവസാനിക്കുന്നതുകൊണ്ട് ടെസ്റ്റ് തീർന്നെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ അവിടെയും ഒരു ഒന്നൊന്നര ടെസ്റ്റ് ഉണ്ട്. ഇപ്പോൾ ആ കൊലയാളി ആ മുത്തശ്ശിയോട് പറയും, അമ്മ ഫോൺ താഴെ വയ്ക്കേ എന്ന് പറയുന്നതും അവർ പെട്ടെന്ന്, ഏഞ്ചൽ ഇത് നീയാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ അമ്മ ഇത് ഞാൻ തന്നെയാണെന്ന് പറയുന്നതും ഇവരുടെ മകനായിരുന്നു അവൻ. അപ്പോൾ ആ ഒരു അമ്മൂമ്മ പറയും, മോനെ നീ ഇവളെ ഫോളോ ചെയ്യുന്നെന്നാണ് അവൾ പറയുന്നത്, എന്താ അങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ ഇല്ല അമ്മ അവൾ കള്ളം പറയാണ്. അപ്പോഴാണ് ജൂലിയയ്ക്ക് മനസ്സിലാവുന്നത്, ഇതിനു മുന്നേ ഈ അമ്മയുടെ വീട്ടിലേക്ക് വരുമ്പോൾ ഇവരുടെ ഫാമിലി ഫോട്ടോ എടുത്ത് നോക്കിയിരുന്നല്ലോ, അതിലൊരു ചെറിയ പയ്യനുണ്ടായിരുന്നു, അത് ഇവൻ തന്നെയായിരുന്നു. അപ്പോൾ ജൂലി പറയും, അമ്മേ നിങ്ങളുടെ മകൻ ഒരു കൊലപാതകയാണ്, അവന് വിശ്വസിക്കരുതെന്ന് പറയുമ്പോൾ അവൻ പറയും, ഇല്ലമ്മ സാറേ എനിക്ക് ഇഷ്ടമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അവളോടൊപ്പം ജീവിച്ചത്, അല്ലാതെ അവളെ കൊല്ലാൻ വേണ്ടിയിട്ടല്ല എന്ന് പറയുമ്പോൾ ജൂലിയ പറയും, പക്ഷെ സാറേ നീ കൊന്നു തന്നെയാണ്, നീ കാരണമാണ് അവൾ മരിച്ചത്, നിന്നെ അവൾക്ക് ഇഷ്ടമല്ലായിരുന്നു എന്ന് പറയുന്നതും ഈ അമ്മൂമ്മ എന്താ ചെയ്യുന്നതറിയോ, ജൂലിയുടെ തലയിലേക്ക് ഫോൺ കൊണ്ടൊരു ഒറ്റയടി. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത അടുത്ത ഒരു ടെസ്റ്റ്, അമ്മൂമ്മയ്ക്ക് കണ്ണ് കാണാൻ കഴിയുമായിരുന്നു. അപ്പോൾ ഇത്രയും നാളും അമ്മൂമ്മ കണ്ണ് കാണാൻ കഴിയാത്ത ഒരാളെ പോലെ അഭിനയിക്കുമായിരുന്നു. അപ്പോൾ ഇത് കണ്ട ഏഞ്ചൽ ഉണ്ടല്ലോ, ഏഞ്ചൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊലയാളിയുടെ പേര്. ഇപ്പോൾ അവൻ ഈ അമ്മമ്മയുടെ അടുത്തേക്ക് വന്നിട്ട്, അമ്മ അപ്പോൾ നിങ്ങൾക്ക് കണ്ണ് കാണാൻ കഴിയുമായിരുന്നു, എത്ര നാളായിട്ട് ഇത് നിങ്ങൾ ഒളിപ്പിക്കുന്നെന്ന് പറയുമ്പോൾ അമ്മമ്മയ്ക്ക് വർഷങ്ങളായിട്ട് തന്നെ കണ്ണ് കാണാൻ കഴിയും. ഇതവൻ മനസ്സിലാക്കുന്നതും സ്വന്തം അമ്മയാണെന്ന് പോലും നോക്കത്തില്ല. അങ്ങനെ ആ ഒരു കൊലയാളി എന്താ ചെയ്യുന്നത് വെച്ചാൽ അവൻ്റെ അമ്മയെ അങ്ങനെ പിടിച്ചു വെച്ചിട്ട് അവരുടെ കഴുത്ത് ഞെരിച്ച് അവനെ കൊല്ലാനായിട്ട് വരുന്നു. അതുമല്ലാതെ അവർക്ക് കണ്ണ് കാണാൻ കഴിയുന്നുള്ള കാര്യം അവൻ അറിയുന്നതും ഇപ്പോൾ അവരുടെ കണ്ണിലേക്ക് ആ ഒരു മരുന്ന് ഇഞ്ചക്ട് ചെയ്യാണ്. കാരണം അവൻ്റെ അമ്മയും അവനെ പറ്റിച്ചതുകൊണ്ട് അവനിപ്പോൾ ആരുമില്ലല്ലോ, കാരണം ആരും അവനെ കാണുന്നത് അവന് ഇഷ്ടമല്ല, അതുപോലുള്ളൊരു ക്യാരക്ടറാണ്. അതുകൊണ്ട് തന്നെ അവൻ്റെ അമ്മയുടെ കണ്ണിൻ്റെ കാഴ്ചയും അവൻ നശിപ്പിക്കുന്നു. എന്താന്ന് വെച്ചാൽ ഇവന് ഈ മറ്റുള്ളവരോട് നല്ലതുപോലെ സഹായിക്കാൻ അറിയത്തില്ല, എപ്പോഴും ഇരുട്ടിനുള്ളിൽ മാത്രമാണ് അവൻ ജീവിക്കുന്നത്. അവൻ്റെ അമ്മയ്ക്ക് പണ്ട് കണ്ണ് കാണാൻ കഴിയത്തില്ലായിരുന്നു, അതുകൊണ്ടാണ് അവൻ്റെ അച്ഛൻ അവൻ്റെ അമ്മയെ ഉപേക്ഷിച്ച് പോയത്. അപ്പോൾ തൻ്റെ അമ്മയെ നോക്കിയിട്ട് അവനും ഇരുട്ടിനുള്ളിലെ ഒരു ജീവിതമാണ് ജീവിച്ചത്. അതുകൊണ്ട് തന്നെ താൻ സ്നേഹിക്കുന്ന ആളും അതുപോലെ തന്നെ ആവണം എന്നുള്ള രീതിയിലാണ് സാറയെ അവൻ സ്നേഹിക്കാൻ തുടങ്ങിയതും അവൾക്ക് കാഴ്ച കുറവാണെന്ന് മനസ്സിലാക്കി അവളെ കൂടെ കൊണ്ട് നടന്നതും. പക്ഷേ ഒരവസരത്തിൽ അവൾക്ക് അവൻ ഇഷ്ടപ്പെടാതെ വരുമായിരുന്നു. കാരണം അവളുടെ കണ്ണിൻ്റെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് അവൾ പറഞ്ഞപ്പോൾ അതൊരിക്കലും ഇവൻ ഇഷ്ടപ്പെട്ടില്ല. പകരം അവളുടെ കാഴ്ചശക്തി നഷ്ടപ്പെടുത്തി അവളെ കൂടെ കൊണ്ട് നടക്കാനാണ് ഇവൻ ശ്രമിച്ചത്. അത് കാരണമാണ് സാറ വേറെ വഴിയില്ലാതെ അവനോടൊപ്പം ജീവിക്കാൻ താല്പര്യമില്ലാതെ, ഇതുപോലെ ഒരു സൈക്കോ ആണല്ലോ, ആ ഒരു രീതിയിൽ സാറ തൂങ്ങി മരിച്ചത്. ഇപ്പോൾ സാറയെ പോലെ തന്നെ ഇരിക്കുന്ന അവളുടെ സഹോദരിയായിട്ടുള്ള ജൂലിയെ കണ്ടതും അവളെയും അതുപോലെ തന്നെ കൊണ്ടു നടക്കാൻ വേണ്ടിയിട്ടാണ് അവനിപ്പോൾ അവളുടെ കാഴ്ചശക്തിയും നഷ്ടപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നത്. ഇപ്പോൾ അത് കഴിഞ്ഞ് നമ്മുടെ ജൂലിയ കണ്ണു തുറക്കുമ്പോൾ സാറയുടെ വീട്ടിലെ ആ ഒരു ബേസ്മെന്റ് ഉണ്ടല്ലോ, അവിടെ നിന്നാണ് കണ്ണു തുറക്കുന്നത്. ഇവനാണെങ്കിലോ അവളുടെ കാഴ്ചശക്തി നഷ്ടപ്പെടുത്താൻ വേണ്ടി എന്തോ ഒരു മരുന്ന് ഇവരുടെ കണ്ണിലേക്ക് കുത്തിവെക്കും. അത് കാരണമാണ് ഇവരുടെ കാഴ്ചശക്തി നഷ്ടപ്പെടുന്നത്. എന്നിട്ട് ഇപ്പോൾ ജൂലിയോട് പറയും, ശരി നിന്റെ കാഴ്ചശക്തി പൂർണ്ണമായിട്ട് നഷ്ടപ്പെടുമ്പോഴത്തേക്കും നമുക്ക് രണ്ടുപേർക്കും വേറെ എവിടെയെങ്കിലും പോവാം, ഞാൻ നിന്നെ നല്ലതുപോലെ നോക്കും, നമ്മൾ രണ്ടുപേരെയും ആരും കണ്ടുപിടിക്കില്ല എന്നെല്ലാം പറയുമ്പോൾ അവള് പറയും, എന്നെ തൊട്ടുപോകരുത് എന്ന് പറഞ്ഞൊരു തെറിയും അവനെ പറയുന്നുണ്ട്. അപ്പോൾ അവൻ പറയും, ശരി ദേ നിന്റെ സഹോദരി തീരുമാനിച്ചതുപോലെ നിനക്കൊരു തീരുമാനം എടുക്കാമെന്ന് പറയുന്നതും എന്താണെന്ന് വെച്ചാൽ ആ ഒരു കയറ് അവിടെ ഇപ്പോഴും കിടപ്പുണ്ട്, ഇവ കെട്ടിയിട്ടതാണ്. ഇപ്പോൾ ജൂലിയെ നേരെ ആ ചെയറിന് മുകളിലേക്ക് കയറി നിന്നിട്ട്, എന്തായാലും സാറയെ പോലെ ജീവിക്കാനായിട്ട് കഴിയത്തില്ല, അതുകൊണ്ട് ഇവളും മരിക്കാൻ പോവാണെന്നും പറഞ്ഞ് ആ കയറെടുത്ത് കഴുത്തിലേക്ക് ഇടുന്നതും ജൂലിയ പറയുന്നുണ്ട്, അവളെപ്പോലെ എന്നെ നിനക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല, നീ ഒറ്റയ്ക്ക് തന്നെ ജീവിക്കും, അതും ഇങ്ങനെ എന്ന് പറയുന്നതും അവൻ ഓടി വന്ന ആ ഒരു ചെയറിലേക്ക് ഒരു ഒറ്റ ചവിട്ട്. അവൾ തൂങ്ങിക്കിടക്കുമ്പോൾ പെട്ടെന്ന് ആ ഒരു കയറിന്റെ കെട്ടഴിച്ചിട്ട്, ഇല്ല നിനക്ക് മരിക്കാൻ താല്പര്യമില്ല, നിനക്ക് പേടിയുണ്ട്, നിന്നെ ഞാൻ നോക്കുന്നില്ല പറഞ്ഞിട്ട് അവളെ അങ്ങനെ കെട്ടിപ്പിടിക്കുന്നതും ഇവന്റെ പിറകിൽ തന്നെ ഇവനൊരു കത്തിയെടുത്ത് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ജൂലിയ അവനെ അങ്ങനെ പിടിച്ചിട്ട് ആ ഒരു കത്തിയെടുത്ത് അവന്റെ തൊടയിലേക്ക് ഒരു ഒറ്റ കുത്ത്. എന്നിട്ട് അവൾ ഓടി മുകളിലേക്ക് പോവും, അവിടുത്തെ ഡോറും അങ്ങ് അടയ്ക്കും. എന്നിട്ട് ഓടി വന്ന് മുൻവശത്തെ ഡോർ തുറക്കാൻ ശ്രമിക്കുമ്പോൾ കഴിയുന്നില്ല. ഇപ്പൊ ആ സൈക്കോ ആണെങ്കിലോ അകത്ത് കിടന്ന് ഡോറിലിട്ട് തട്ടുന്നുണ്ട്, ജൂലിയ ഡോർ തുറക്ക്, എന്നെ എന്തിനാ പൂട്ടിയിട്ടേക്കുന്നെല്ലാം ചോദിക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് ജൂലി എന്താ ചെയ്യുന്നറിയോ, പെട്ടെന്ന് തന്നെ ആ ഒരു പോലീസിനെ വിളിച്ചിട്ട്
ഇതുപോലെ വീട്ടിൽ കൊലയാളിയുണ്ട്, അവൻ എന്നെ കൊല്ലാൻ പോവാണ്, അവൻ ഞാൻ പൂട്ടിയിട്ടേക്കാണ്, നിങ്ങൾ പെട്ടെന്ന് വരണമെന്ന് പറയുന്നതും ഫോൺ ഇടയിൽ വെച്ച് കട്ടായി. എന്തായാലും ആ ഒരു പോലീസുകാരൻ കാര്യം കേട്ടിട്ടുണ്ട്. കുറച്ചുകൂടി കഴിയുമ്പോൾ ആ സൈക്കോ ഡോർ ഇടിച്ചങ്ങ് തുറക്കുന്നതും ജൂലി എന്താ ചെയ്യുന്നറിയോ, ഈ വീട്ടിലെ പവർ മൊത്തത്തിൽ അങ്ങ് ഓഫ് ചെയ്ത് വയ്ക്കും. ഇപ്പം ഇരുട്ടായത് കൊണ്ട് തന്നെ ഇവനൊന്നും കാണാൻ കഴിയത്തില്ല. ജൂലിയെ പോലെ തന്നെയായി. ജൂലിയൊക്കെയാണെങ്കിൽ ഈ ഇരുട്ടിൽ നടന്നിട്ട് അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് അവൾ ഇരുട്ടിലൂടെ ഒളിച്ച് നടക്കുമ്പോൾ ഇവൻ ആ ഒരു ക്യാമറ കൊണ്ടുവന്ന് അതിൻ്റെ ഫ്ലാഷ് ലൈറ്റിൽ ജൂലിയെ കാണാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും കത്തിയെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വെളിച്ചം വരുമ്പോഴെല്ലാം ഫൈറ്റ് ചെയ്ത് ഇപ്പം അവസാനം ഒരു കമ്പി എടുത്തിട്ട് അവൻ്റെ തലയിലേക്ക് ഒരു ഒറ്റയടി കൊണ്ട് അവൻ താഴെ വീഴുന്നതും അടുത്ത തവണ ആ ഒരു ഫ്ലാഷ് ലൈറ്റ് ഓൺ ആകുമ്പോൾ അവനിപ്പോൾ എഴുന്നേറ്റ് ജൂലിയുടെ കഴുത്ത് ഞെരിച്ച് അവളെ കൊല്ലാനായിട്ട് ശ്രമിക്കുന്നു. അവളാണെങ്കിലോ ആ ഒരു ക്യാമറ എങ്ങനെയെങ്കിലും കയ്യെത്തി എടുക്കാൻ നോക്കും. അവനാണെങ്കിൽ കഴുത്ത് ഞെരിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പം അവസാനം അവൻ കത്തി കൊണ്ട് കുത്തുന്നതും ഇവൾ ആ ഒരു ക്യാമറയെ കൈകൊണ്ടെടുക്കുന്നുണ്ട്. കുറച്ച് നേരത്തേക്ക് എന്താണ് സംഭവിച്ചെന്ന് അറിയത്തില്ല. പെട്ടെന്ന് ഡോർ തുറന്ന് പോലീസുകാരകത്തേക്ക് വരുന്നതും ജൂലിയുടെ കയ്യിൽ ടോർച്ചുണ്ട്. അവൾ ഓടി വന്ന് ഈ ഒരു പോലീസുകാരനെ പിടിച്ചിട്ട്, സാർ ദേ അവിടെയുണ്ട്, അവനെ കാണാൻ കഴിയുന്നുണ്ടെന്ന് ചോദിക്കുമ്പോൾ സൈക്കോ അവിടെ തന്നെ നിൽക്കാണ്. അപ്പോൾ അവൻ്റെ ക്യാരക്ടർ എങ്ങനെയാണ്, മറ്റുള്ളവരാരും അവനെ കാണുന്നതോ മറ്റുള്ളവരോട് സംസാരിക്കുന്നതോ അവന് ഇഷ്ടമല്ല. ഇപ്പം അവൻ തന്നെ എല്ലാവരോടും പറയുന്നുണ്ട്, എന്നെ നോക്കരുത്, എന്നാരും നോക്കരുത് എന്ന് പറയുന്നതും പോലീസുകാർ പറയും ശരി, കീഴടങ്ങാനായിട്ട് പറയുമ്പോൾ അവൻ്റെ കയ്യിലുള്ള കത്തിയെടുത്ത് അവൻ തന്നെ അവൻ്റെ കഴുത്തങ്ങ് അറുക്കാണ്. കാരണം ഇവനും ഇരുട്ടിലുള്ളൊരു ജീവിതമാണ് ഇഷ്ടം, വെളിച്ചത്തിലേക്ക് വരുന്നത് ഒരിക്കലും ഇഷ്ടമല്ല. അതുകൊണ്ട് അവൻ അവിടെ വെച്ച് മരിക്കുന്നതും ഇനിയിപ്പോൾ ആ സൈക്കോയെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ളൊരു ദേഷ്യം എനിക്കുണ്ട്. ഓക്കെ, എന്തായാലും അവൻ മരിച്ചല്ലോ, അത് തന്നെ നല്ല കാര്യം. അങ്ങനെ അത് കഴിഞ്ഞ് ഡോക്ടർ റോമൻ വീണ്ടും നമ്മുടെ ജൂലിയുടെ കണ്ണ് പരിശോധിക്കുമ്പോൾ ഇനി ഒരിക്കലും അവളുടെ കണ്ണ് ശരിയാക്കാനായിട്ട് കഴിയത്തില്ല. കാരണം ആ ഒരു മരുന്നിൻ്റെ എഫക്റ്റ് കാരണം അവളുടെ കണ്ണിൻ്റെ കാഴ്ച ഉടനെ തന്നെ നഷ്ടപ്പെടും. അപ്പോൾ ജൂലിയെ ചോദിക്കും, എത്ര നേരം ഇനി എൻ്റെ കാഴ്ച ഉണ്ടാവുമെന്ന് ചോദിക്കുമ്പോൾ ഇന്ന് രാത്രി കഴിയുന്നതോടുകൂടി നിന്റെ കാഴ്ച പൂർണ്ണമായിട്ട് നഷ്ടപ്പെടും എന്ന് പറയുന്നതും ജൂലിയ പറയും, അങ്ങനെയാണെങ്കിൽ എനിക്ക് അവസാനമായിട്ടൊരു ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞ് ഐസക്കിൻ്റെ ശരീരം ഉണ്ടല്ലോ അത് കാണണമെന്ന് പറയും. കാരണം അത് ഫ്രീസ് ചെയ്ത് വെച്ചേക്കാണ്. അങ്ങനെ അവൾ പറഞ്ഞതുപോലെ തന്നെ അവൻ്റെ ശരീരം അവൾക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ അവൾ നോക്കുമ്പോൾ അവൻ്റെ കണ്ണില്ല. ഈ കണ്ണെന്തോ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അവൻ്റെ കണ്ണുകൾ അവൻ ദാനം ചെയ്തു എന്ന് പറയും. ഇതുകൂടി മനസ്സിലാക്കുന്നതും ജൂലിക്ക് മാത്രമേ സന്തോഷമായി. എന്നിട്ട് അവൾ അവിടെ നിന്നും പിടിച്ചു പിടിച്ച് ഒരു കണ്ണാടിയുടെ മുന്നിലേക്ക് വന്നിട്ട് അവസാനമായിട്ടും ഐസക്ക് പറഞ്ഞ ആ ഒരു കാര്യം ആലോചിക്കുകയാണ്. അവളുടെ കണ്ണുകളിലേക്ക് അവൻ നോക്കിയപ്പോൾ പ്രപഞ്ചം കാണാൻ കഴിഞ്ഞു എന്ന്. അതുപോലെ ഒരു കാഴ്ച കണ്ടുകൊണ്ട് ജൂലിയെ കണ്ണടയ്ക്കുന്നതും അവളുടെ കാഴ്ച നഷ്ടപ്പെട്ടു. അതോടെ ഈ മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. ഒരുപക്ഷേ മറ്റൊരു കണ്ണ് വേറെ ആരെങ്കിലും ഡൊണേറ്റ് ചെയ്യുവാണെങ്കിൽ ജൂലി അത് വെച്ചിട്ട് ശരിയാവുമെന്ന് തോന്നുന്നു. എന്തായാലും നിങ്ങൾക്ക് ഈ മൂവി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ ഞാൻ വരാം. അതുവരെയ്ക്കും ബൈ.